ஹலோ ஹாய் வெல்கம் டு இது நல்ல காமெடி. நான் உங்கள் ஹோஸ்ட் மிஸ்டர் திகம்பரன். நீங்கள் இப்போ கேட்டுட்டு இருக்கிறது எங்களோட மலையாளம் பாட்காஸ்ட் பிக் பாஸ் தமிழ் சீசன் 8 வீக்லி அனாலிசிஸ் எபிசோட் நம்பர் 12 அப்படின்னு நினைக்கிறேன். கரெக்டான ஒரு நிமிஷம் செக் பண்ணி பார்த்துட்றேன். எஸ், வீக் 12 12வது வாரம். ഇപ്പോൾ എന്താ പറയുന്നത്, ഫാമിലി വാരം ആയിരുന്നു. ദി എഫ് വേർഡ് എഫ് വേർഡ് ഇൻ ബിഗ് ബോസ് ഫാമിലി. ഇപ്പോൾ ഫാമിലി ആഴ്ചയിലായിരുന്നു നമ്മൾ വീട്ടുകാരൊക്കെ വന്ന് കണ്ടസ്റ്റൻസിനെയൊക്കെ കണ്ട്. ഇത്തവണ പക്ഷേ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. മുമ്പത്തെ സീസണുകളിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത. സീസൺ 8 മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില പ്രത്യേകതകൾ പറയാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതൊരു പ്രത്യേകതയായിട്ട് പറയാം എന്നെനിക്ക് തോന്നുന്നു. യെസ്, അങ്ങനെ ഫാമിലി വരുന്ന ആൾക്കാരോടൊക്കെ നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള മറ്റ് കണ്ടസ്റ്റൻസിനോട് ആരോടെങ്കിലും എന്തെങ്കിലും മുരൺപാട്, അതായത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവരെല്ലാം പറയുകയും ചെയ്തു. ചിലർ ലൈറ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞു, ചിലർ ഇച്ചിരി ഹാർഷായിട്ടുള്ള രീതിയിൽ തന്നെയാണ്, കുറച്ച് കടുപ്പിച്ചാണ് പറഞ്ഞത്. ബട്ട് ബാക്കിയുള്ളവരുടെയൊക്കെ വീട്ടുകാരിൽ നിന്നും വളരെ വ്യത്യസ്തമായി സൗന്ദര്യയുടെ വീട്ടുകാർ, സൗന്ദര്യയുടെ അച്ഛൻ, അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുരൺപാട് മറ്റുള്ളവരുമായിട്ടല്ല, എൻ്റെ സ്വന്തം മകളോട് തന്നെയാണ് മുരൺപാട് എന്ന് പറഞ്ഞത് ഹൈലൈറ്റ് മൊമെൻ്റ് ആയിരുന്നു. എൻ്റെ ശബ്ദം ഇച്ചിരി ബാസ് കൂടിയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നല്ലേ. അത് രാവിലെ എഴുന്നേറ്റ് വന്നതിൻ്റെ ഒരു ഞാനിങ്ങനെ ചായയൊക്കെ റെഡിയാക്കി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം, റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കണം എങ്ങനെ ബാസും ട്രബിളും ഒക്കെ കൂടിയിരിക്കുമെന്ന് തോന്നുന്നു. എന്താണേലും ചിലപ്പോൾ ഈ വോയിസ് നല്ലതാണെങ്കിലോ. അപ്പം അപ്പം ഫാമിലി വീക്കെൻഡിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാമിലി ഏതാണ്? എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഫാമിലികളിലൊന്ന് സൗന്ദര്യയുടെ ഫാമിലിയുണ്ട്, ഡെഫിനറ്റ്ലി. കാര്യം സ്വന്തം മറ്റു ഫാമിലികളിൽ ഒരുപക്ഷെ പലരും ചെയ്യാൻ മറന്നുപോയൊരു കാര്യം അതായിരിക്കാം. സ്വന്തം ഫാമിലി മെമ്പറിൻ്റെ, അതായത് കണ്ടസ്റ്റൻറ്റിൻ്റെ എന്താ പറയുന്നത്, അവരുടെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ അവരെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പ് വെച്ച് പറയണമെന്നൊന്നുമില്ല, പക്ഷെ അവരോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ഒന്ന് ഉത്സാഹപ്പെടുത്താനായിട്ട് എല്ലാവരും ചെയ്തു. അങ്ങനെ ഒരു വാക്കുണ്ട്, ഉത്സാഹപ്പെടുത്താൻ. ഉണ്ടായിരിക്കും. എന്താണെങ്കിലും അത് എല്ലാവരും ചെയ്തു. പക്ഷേ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ എല്ലാവരും ചെയ്തു. പക്ഷേ അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പോരായ്മകളൊക്കെ ഒന്ന് തിരുത്താൻ പറഞ്ഞു കൊടുക്കാൻ പലരും വിട്ടുപോയെന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അത് ചെയ്ത ഒരു ഫാമിലിയാണ് സൗന്ദര്യയുടെ ഫാമിലി. ആൻഡ് ദാറ്റ് വാസ് നൈസ്. അതിൽ പല റെവലേഷൻസും നമുക്ക് കിട്ടുകയുണ്ടായി. സൗന്ദര്യ വെരി റിയലാണ്, ജെന്വിനാണ് എന്നൊക്കെ പറയുന്നവരോട് അവരുടെ ഫാമിലി തന്നെ വന്നിട്ട് പറയുന്നു, ഇവള് വീട്ടിലിങ്ങനെയൊന്നും അല്ല, ബിഗ് ബോസിന് വേണ്ടിയിട്ട് ചില മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓഫ് കോഴ്സ് ഗെയിമിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ മാറ്റുന്നത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷേ അപ്പം ഇങ്ങനെ ഭയങ്കര ജെന്വിനാണ്, ഭയങ്കര റിയലായിട്ടാണ് സൗന്ദര്യം നിൽക്കുന്നത് എന്ന് പറയുന്നവർക്ക് അതൊരു ആഘാതമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സൗന്ദര്യം ഒന്നും ചെയ്യുന്നില്ല, സൗന്ദര്യ ഗെയിമൊന്നും കളിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഞാനതിനെ മറ്റൊരു പെർസ്പെക്റ്റീവിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. സൗന്ദര്യ ഗെയിമൊന്നും എന്ന് വെച്ചാൽ ടാസ്കിനൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ എന്തെങ്കിലും വിജയിക്കുക, ഏതൊക്കെയോ വീക്കിലി ടാസ്കിലൊക്കെ എന്തോ പെർഫോം ചെയ്തിട്ട് ഇടയ്ക്കെന്തോ ഇതായിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഒന്നും വിൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഇടയ്ക്കൊക്കെ എന്തോ ഒരു എന്തോ മറ്റേ ഈ ബോളൊക്കെ ഇങ്ങനെ മറ്റേ ബോർഡിലൂടെ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകുന്ന ഏതാണ്ടൊരു ഷോപ്പിംഗ് ബഡ്ജറ്റാണോ അങ്ങനെ എന്തോ ഒരു ടാസ്കിൽ ഒക്കെ അതുപോലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ചെയ്തിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ബട്ട് ഒരു നല്ല അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ മാത്രം അങ്ങനെ ഒരു എറിച്ചു നിൽക്കുന്ന രീതിയിലൊന്നും ഉണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷേ സൗന്ദര്യം മറ്റൊരു രീതിയിലൊരു ഗെയിം കളിക്കുന്നുണ്ട്.
ഇപ്പം റാണവും സൗന്ദര്യയും പാരലൽസ് ആയിട്ട് നിൽക്കുന്ന 2 പേരാണ് അല്ലേ? അപ്പോൾ അവര് ഏകദേശം ഒരേ സ്ട്രാറ്റജിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷെ വ്യത്യസ്തമായ രീതിയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. റാണവ് സൗന്ദര്യനെ കണ്ടിട്ട് ആ ഒരു രീതിയിൽ പുള്ളി അഡാപ്റ്റ് ചെയ്ത് പുള്ളി മറ്റൊന്ന് ചെയ്യുന്നു. ഓപ്പണായിട്ട് പറയുന്നു, ഞാൻ ഇന്ന ഇതാണ് കളിക്കുന്നത്. കെയോസ് ഉണ്ടാക്കി. കെയോഷിഷ് ലാഡർ എന്ന് നമ്മുടെ പീറ്റർ അയ്യോ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയില്ല. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ ലോർഡ് ബെയ്ലിഷ്. യെസ്, പീറ്റർ ബെയ്ലിഷ്. അത് തന്നെ. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ റാണവ്. സൗന്ദര്യം ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നേ, റിയാക്ഷൻസ് അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴും എന്തൊക്കെ അതൊരു ഒരു തരത്തിൽ അതിനെ ഞാനൊരു ഗെയിമായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനത്തെ പുള്ളിക്കാരുടേതായിട്ടുള്ള ചില രീതികളുണ്ടല്ലോ. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പം ഓഡിയൻസ് അവിടെ വന്നിരിക്കുന്നവര് സൗന്ദര്യം ചുമ്മാ എഴുന്നേറ്റ് നിന്നാൽ തന്നെ കൈയടിക്കുകയും എന്ത് ഊളത്തരം പറഞ്ഞാലും അല്ലെങ്കിൽ സൗന്ദര്യനെ ആരെങ്കിലും കളിയാക്കി വിട്ടാലും അതിനും കയ്യടി. ഹോസ്റ്റ് റോസ്റ്റ് ചെയ്താലും കയ്യടി എന്നൊക്കെ ഉള്ള അവസ്ഥയിൽ എന്തിനും ഏതിനും കയ്യടി കൊടുക്കുന്ന ടീമുകളെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അത് ജെന്യുവൻ ആയിട്ടുള്ള ഓഡിയൻസ് ആണോ എന്നുള്ള സംശയം തോന്നും. ചുമ്മാ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരുടെ ആൾക്കാർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. കാര്യം അത് പോസിബിൾ ആണെന്ന് ജാക്വലിൻ്റെ ഫാൻസ് തെളിയിച്ചു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ഏതാണ്ട്. അവർ തന്നെയാണ് ട്വിറ്ററിൽ അത് പറഞ്ഞത്. അതായത് ഞങ്ങളെല്ലാവരും കൂടെ അകത്ത് പോകുന്നുണ്ട് എന്നുള്ളത്. അത് പക്ഷേ ജാക്വലിന് ആവശ്യമാണ് ഒരു കയ്യടി. കാര്യം കുറേ നാളുകളായിട്ട് ഇല്ലാതെ ഇരുന്ന് അത് പക്ഷേ എനിക്ക് പലപ്പോഴും ഒരു എന്താ പറയുന്നത്, ചില കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി അൺഫെയർ ആയിട്ട് തോന്നാറുണ്ട്. കാര്യം പുള്ളിക്കാരി നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആഴ്ചകളിൽ പോലും കയ്യടി കിട്ടാതിരിക്കുക. ആൻഡ് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു കണ്ടസ്റ്റൻ്റ് 13 ആഴ്ചകൾ തുടർച്ചയായി നോമിനേഷൻ, ഇപ്പം ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രോസസ്സിലുണ്ട്. അപ്പം അങ്ങനെ വരുന്നത് ഒരു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലൊരു റെക്കോർഡ് തന്നെയാണ്. മറ്റ് ബിഗ് ബോസുകളിൽ ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തമിഴ് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഒരു റെക്കോർഡ് തന്നെയാണ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് വരിക. അതും ഇടയ്ക്കൊക്കെ പലപ്പോഴും എന്താ മറ്റേ നോമിനേഷൻ ഫ്രീ പാസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇടയ്ക്കൊക്കെ സേവായി. പക്ഷെ എന്നാലും അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇടയ്ക്ക് ഇങ്ങനെ 13 ആഴ്ച തുടർന്ന് വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കൺഫ്യൂസ് ആയി. ഇങ്ങനെ നോമിനേഷൻ ഫ്രീ പാസ് ഇടയ്ക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നല്ലോ എന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ലേ. അപ്പോൾ ഏതോ ഒരാഴ്ച മിസ്സായിട്ടുണ്ടാവണമല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. കാര്യം ഇവർ ഗേൾസും ബോയ്സും ആയിരുന്നുകൊണ്ടിരുന്നപ്പോൾ ജാക്വലിന് ഇടയ്ക്ക് ഏതാണ്ട് നോമിനേഷൻ ഫ്രീ പാസ് ആയിരിക്കും എന്തോ കിട്ടിയില്ലേ. അപ്പം അങ്ങനെ അത് നോമിനേറ്റഡ് ആയി കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പം നമ്മുടെ അരുൺ വിശാലിൻ്റെ അടുത്ത് TTFൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഇടയ്ക്ക് ഈ സാമാനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ വരും. നമ്മൾ പൊതുവെ TTF എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ഫിനാലയുടെ മുന്നത്തെ ആഴ്ചത്തേക്ക് അതായത് എല്ലാവരും കൂടെ മറ്റേ ടോപ്പ് 5 എല്ലാവരും കൂടെ വരുന്ന ആ ഒരാഴ്ചയിലേക്ക് ആദ്യം കയറുന്നയാൾ, അത്രയേ ഉള്ളൂ TTF എന്ന് പറയുന്നത്. പക്ഷെ അരുൺ വിശാലിൻ്റെ അടുത്ത് പറഞ്ഞത് വിജയ് സേതുപതി പിടിക്കുന്ന ആ 2 കൈകളിൽ അപ്പുറം ഇപ്പുറം വിന്നറും വിന്നറും റണ്ണറപ്പും നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു കൈ റണ്ണറപ്പിൻ്റെയോ വിന്നറിൻ്റെയോ അതിലൊരു കൈ ഈ TTF കിട്ടുന്ന ആളുടേതാണ് എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വിശാലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ അകത്ത് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് പോയിട്ട് പോലും TTF എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യത്തിൽ വിശാലിന് കൺഫ്യൂഷൻ വന്നു. അത് പിന്നെയും കുഴപ്പമില്ല. ബിഗ് ബോസ് വിന്നർ തന്നെ വീട്ടിലുണ്ടായിട്ടും അല്ലെങ്കിൽ കൂടെ ഉണ്ടായിട്ടും TTF എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ അരുൺ പറയുമ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു നിമിഷം ഞാനും ആലോചിച്ചു ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ റൂൾ എങ്ങാനും മാറ്റിയോ, നമ്മളിടയ്ക്കൊന്ന് വിട്ടുപോയായിരുന്നല്ലോ കാണാനായിട്ട്. സീസൺ 4 കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തമിഴ് ബിഗ് ബോസ് കണ്ടിട്ടില്ല. പിന്നെ കണ്ടത് നമ്മുടെ മലയാളം സീസൺ 6, അതും മുഴുവനും കാണാനും പറ്റിയില്ല.
അപ്പം ഞാനോർത്തു ഇനിയിപ്പോൾ റൂൾസ് എങ്ങാനും മാറ്റിയോ ബിഗ് ബോസിൻ്റെ എന്ന് ഒരു നിമിഷം എന്നെ ചിന്തിപ്പിച്ചു. പക്ഷേ ഇല്ല. എന്താണെങ്കിലും അപ്പം സൗന്ദര്യയുടെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു ആക്ട് പുട്ടപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ക്യാരി ഓവർ ചെയ്ത് ബിഗ് ബോസിൻ്റെ അകത്ത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം ഒരാൾക്ക് കുറച്ച് നാളൊക്കെ അഭിനയിക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് നാൾ അതേ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. റിയൽ ആയിട്ടുള്ള സ്വഭാവം പുറത്ത് വരും എന്ന് പറയുമ്പോഴും പുറത്ത് വന്നാലും അതിനെ മാസ്ക് ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ രഞ്ജിത്ത് സാർ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സൗന്ദര്യ തെളിയിച്ചു. കാര്യം വീട്ടുകാർ തന്നെ വന്നിട്ട് പറയുകയാണ് ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനത്തെ റിയാക്ഷൻസ് ഒന്നും ഇടാറില്ല എന്ന് പറയുമ്പോൾ അപ്പോഴും വേറൊരു കാര്യമുണ്ട്. അപ്പം ചിലർ പറയുന്നത് സൗന്ദര്യം മേ ബി വീട്ടുകാരുമായിട്ട് അത്ര ഭയങ്കര എപ്പോഴും ഭയങ്കര ഒരു അവർക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ അറിയത്തില്ലായിരിക്കാം എന്നൊക്കെ പറയുന്നു. അതെനിക്കറിഞ്ഞൂടാ. മേ ബി കാണുമായിരിക്കും. കാര്യം വീട്ടുകാർ ലെറ്ററൊക്കെ വന്നപ്പോഴും ഞാൻ അവിടെയൊക്കെ കാണും എന്നുള്ള ഒരുമാതിരി ഒരു അറ്റാച്ച്ഡ് ബന്ധമായിരിക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ. അത് പുള്ളിക്കാരി ഇനി മുൻകൂർ ജാമ്യം ഇട്ടതാണോ എന്തോ ആർക്കറിയാം. എന്താണേലും ആണേലും അല്ലേലും ഒരുപാട് പേർക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം PR ഓഡിയൻസിൻ്റെ അകത്തൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പറയാം ഓഡിയൻസ് ആയിട്ട് വന്നവരിരിക്കുന്നു. അത് പോസിബിളാണ്. പക്ഷേ മറ്റുള്ളവരുടെ ഫാമിലി മെമ്പേഴ്സ് വരുമ്പോഴത്തേക്കും പലരുടെ അച്ഛനമ്മമാരും സൗന്ദര്യമാണ് അവരുടെ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ അത് PR വിചാരിച്ചിട്ട് നടക്കുന്ന പരിപാടിയായിട്ടല്ലോ. വല്ലവൻ്റെയും അത് കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി മെമ്പേഴ്സ് വരുമ്പോഴത്തേക്ക് അപ്പം എന്തോ ഒരു കാര്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ക്യൂട്ടായിട്ടിരിക്കുന്നു, ക്യൂട്ട് റിയാക്ഷൻസ് എന്നുള്ള രീതിയിൽ. അപ്പോഴും ഞാനും നമ്മുടെ ജെയിംസ് ബോണ്ടും തമ്മിൽ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാനിത് മിക്ക ഇതിലും പറയാറുണ്ട്. ഇതിൽ തന്നെ അതിപ്പം വേറെ എന്താ പറയുന്നത് ആൾക്കാരും സംസാരിച്ച് ഞാനിങ്ങനെ കേട്ടു ഈ ഒരു ക്യൂട്ട് റിയാക്ഷൻസിനെ പറ്റി. അതായത് ക്യൂട്ട് റിയാക്ഷൻസ് മഞ്ചരി ഇടുമായിരുന്നെങ്കിൽ സൗന്ദര്യം കാണിക്കുന്ന പോലെയൊക്കെ മഞ്ചരി കാണിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു എന്താ പറയുന്നത് പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥേനെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ആയിരിക്കുമോ മഞ്ചരി അങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സൗന്ദര്യം കാണിക്കുന്നത് തന്നെ നമുക്ക് പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ മഞ്ചരി എങ്ങനെ അങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഐ ഡോണ്ട് നോ. ബട്ട് നമുക്കങ്ങനെ പറയാം അത് മാത്രമേ ഇടുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല. അത് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ ഗെയിമിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് പല ടൈപ്പ് ഗെയിമുകളും കളിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ അൺഫെയർ ആയിട്ട് തോന്നാം. പക്ഷെ അത് സൗന്ദര്യയുടെ സ്ട്രാറ്റജി ആൻഡ് എന്താ പറയുന്നത് ഇഫ് ഇറ്റ്സ് നോട്ട് ബ്രോക്കൺ ഡോണ്ട് ഫിക്സ് ഇറ്റ് എന്ന് പറയുന്ന പോലത്തെ ആ ഒരു സ്ട്രാറ്റജിയിലൂടെ തന്നെ വർക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അത് അത് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് പേരിലെങ്കിലും. ഒരു 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 സംഘം ഫോം ചെയ്യാനെങ്കിലും അത് യൂസ്ഫുൾ ആണ്. അപ്പം കുറേ പേർക്കൊക്കെ സൗണ്ട് ജെന്യുവനായിട്ട് തോന്നും. കുറേ പേർക്ക് റാണവ് ജെന്യുവനായിട്ട് തോന്നും. പക്ഷെ റാണവ് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞത് ശരിക്കുള്ള ഞാനിങ്ങനെയല്ല, ഞാൻ ഈ ഗെയിമിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയെന്ന്. പക്ഷെ അപ്പം അവൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ആ പോയിന്റിനെ പറ്റി മുത്തുക്കുമരൻ ഈയിടെ സംസാരിക്കുകയും ചെയ്തു. ഞാൻ ലൈവ് ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ കേൾക്കാറേ ഉള്ളൂ, കാണാൻ പറ്റാറില്ല. കാരണം നമ്മൾ അതിനുള്ള അത്ര അങ്ങനെ ഇരുന്ന് കാണാനുള്ള ഒരു ഇത് കിട്ടത്തില്ല. അപ്പം അങ്ങനെ ലൈവ് കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മുത്തുക്കുമരൻ ഈ കോൺവെർസേഷൻ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. അതായത് റാണവ് ഇന്നലത്തെയാണെന്നറിയില്ല ഏതോ എപ്പോഴോ വെച്ചപ്പോഴത്തേക്ക് റാണവ് ഇങ്ങനെ എന്താ പറഞ്ഞ് അവൻ പറയുന്നു അവൻ ഇങ്ങനെയല്ല, അവൻ ഗെയിമിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആയെന്ന് വീക്കെൻഡിൽ വിജയ് സേതുപതി സാറിന് മുമ്പ് വെച്ച് പറഞ്ഞു. പക്ഷെ അവൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവൻ്റെ അനിയൻ പറഞ്ഞു ഇവൻ വീട്ടിലും ഇങ്ങനെ തന്നെ, അവൻ്റെ വീട്ടുകാർ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണെന്ന്, വീട്ടിൽ ഇതുപോലൊക്കെ തന്നെയാണെന്നാണ് പറഞ്ഞതെന്ന്. കണ്ട അതാണ് സൗന്ദര്യയും റാണവും തമ്മിലുള്ള ഒരു വ്യത്യാസം. റാണവ് ഇങ്ങനെയാണെന്ന് അവൻ്റെ വീട്ടുകാർ പറയുന്നു, പക്ഷെ അവൻ പറയുന്നു ഞാൻ അങ്ങനെയല്ലെന്ന്. സൗന്ദര്യം ഞാൻ അങ്ങനെ ആണെന്ന് പറയുന്നു, പക്ഷെ വീട്ടുകാർ പറയുന്നു ഇവൾ ഇങ്ങനെ അല്ലെന്ന്. അത് വീട്ടുകാർ പറയുമ്പോഴത്തേക്ക് നമ്മളതിനെ സംശയിക്കേണ്ട കാര്യമില്ല. കാര്യം ആ അമ്മ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ സഹോദരനൊക്കെ അത് മൾട്ടിപ്പിൾ ടൈംസ് അത് പറയുന്നുണ്ട്. കാര്യം അതെനിക്ക് തോന്നുന്നത് മേ ബി അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ
പരിചയക്കാരൊക്കെ ചോദിച്ചു കാണും, ഇവളെന്തുവാ ഈ കാണിക്കുന്നത് അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ ഇട്ട് കാണുമ്പോഴത്തേക്ക്. പക്ഷെ പുള്ളിക്കാരുടെ ബോയ് ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും ഇതാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്ത് കാര്യം. പുള്ളിക്കാരുടെ എന്താ പറയുന്നത്, PR ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. പുള്ളി അകത്ത് വന്നപ്പോൾ ഒരു ഗെയിം കളിച്ചായിരുന്നു എല്ലാവരുടെ അടുത്തും. അത് ഗെയിമായിട്ടും കാണാം, അല്ലാതെയും കാണാം. ഈ ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്നറിയോ, നമ്മളെ ഏഹ്, അതോ ഇനിയിപ്പോൾ ബിഗ് ബോസിന്റെ പ്രത്യേകതയാണോ അതോ എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് രണ്ട് രീതിയിൽ ചിന്തിക്കാനായിട്ട് തോന്നുന്നു. ഒന്ന് നല്ലതായിട്ട് ഓക്കെ ജെന്യുവൻ ആയിട്ടാണ്, ഇങ്ങനെയാണ് ഇന്നതാണ് കാര്യങ്ങളെന്ന് ഒരു ഒരു സൈഡിൽ ചിന്തിക്കുകയും, എപ്പോഴും എൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു, അപ്പം എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു ഇതാണത്. അതായത് പണ്ട് അത് കുറച്ചേറെ ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഒരു 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 സൈഡ് പറയും നീ ഈ വഴി പോയാൽ മതി, ഈ വഴി പോവുകയാണെങ്കിൽ ചുമ്മാ അതിലേക്ക് ഒന്ന് കറങ്ങി പുതിയ സ്ഥലത്തെത്തുവാണെങ്കിൽ എനിക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. മറ്റേ ബ്രെയിൻ പറയും, മറ്റേ സൈഡ് പറയും അതുവഴി പോകണ്ട, നീ ഇതുവഴി പോയാൽ മതി, ഇതായിരിക്കും പൊളി. അപ്പം അതുപോലെയാണ് ബിഗ് ബോസ് കാണുമ്പോഴത്തേക്കും. ചില ഒരു ഒരു സൈഡ് പറയും ഇത് ശരിയാണ്, ഇവർ ജെനുവിനാണ്, ഇവരിങ്ങനെയാണ്. മറ്റേ സൈഡ് പറയും ഏയ് ചിലപ്പോൾ ഇതായിരിക്കും, ഇത് ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടെങ്കിലോ, ഇതൊരു ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും, ഇതൊരു എന്താ പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനമാണെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കും. അപ്പം വിഷ്ണു വന്നിട്ട് പറഞ്ഞത് 80 നാളായി ഗെയിം കഴിഞ്ഞു, ഇനി ഗെയിമൊന്നുമില്ല, ഇനിയിപ്പം നിങ്ങൾ വരുന്ന 3 ആഴ്ച ചെയ്താൽ മതി, അത് മാത്രം ഫോക്കസ് ചെയ്താൽ ഇത് റിലാക്സ് ചെയ്ത് പോകാം എന്നൊക്കെ പറയുന്നു. അതൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ശരിയാണ്. കാര്യം 80 നാൾ ഇതുവരെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാവുന്ന നിങ്ങളുടെ റിയൽ ഫേസും നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജിയും എല്ലാം കാണിക്കാനുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊരു ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാനൊന്നും പറ്റില്ല. പക്ഷെ എന്ന് കരുതി നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനും പറ്റില്ല. അപ്പോഴും നിങ്ങൾക്ക് ഗെയിം കളിക്കാം. കാര്യം നിങ്ങൾക്ക് ഫിനാലെ ഉണ്ട്, നിങ്ങൾക്ക് ആൾക്കാർ വോട്ട് ചെയ്യാനുണ്ട്. സോ ഗെയിം കഴിഞ്ഞു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ ഒന്ന് തളർത്തി, എന്നാൽ അതേസമയം സൗന്ദര്യനെ ബൂസ്റ്റ് ചെയ്ത്, സൗന്ദര്യനെ ബൂസ്റ്റ് ചെയ്യുന്ന പല പരിപാടികൾ പുള്ളി അതിൻ്റെ അകത്ത് വന്ന് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയാണെങ്കിലും ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ ഓർത്തു, ഇതൊരു ഇപ്പോൾ സൗന്ദര്യ ഫിനാലയിലേക്ക് ചെല്ലുകയോ ടൈറ്റിൽ വിന്നർ ആവുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയാൻ പാടില്ല. റണ്ണറപ്പ് ആവുകയോ ഇനിയിപ്പോൾ ടൈറ്റിൽ വിന്നർ ആയാലും അല്ലെങ്കിൽ ഫിനാലെ ടോപ്പ് 5ലേക്ക് വന്നാലും എന്ത് സംഭവിച്ചാലും അതൊരു ഒരു പ്രസിഡന്റ് സെറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു മോഡൽ ആയിട്ട് ഒരു റോൾ മോഡലായി മാറും. അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി വരുന്ന ബിഗ് ബോസുകളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ കുറേ റിയാക്ഷൻസും ഇങ്ങനത്തെ കുറച്ച് ക്വക്കിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി കാണാൻ സാധിക്കും. അപ്പം അതിച്ചിരി ബുദ്ധിമുട്ടാവില്ലേ എന്ന് ഞാനിങ്ങനെ ഓർത്തു. ബട്ട് ഐ ഡോണ്ട് നോ. ഇത് അനുകരിക്കാനായിട്ട് പലരും ശ്രമിക്കും. ഈ സീസണിൽ തന്നെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്ന റാണവ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവൻ മറ്റൊരു റൂട്ട് സെറ്റ് ചെയ്ത് പോകുന്നു. അത് പലരും ഞാനിങ്ങനെ കമൻസ് ഒക്കെ ഇങ്ങനെ പലപ്പോഴും കാണാറുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, ഇറിറ്റേറ്റിംഗ് എന്ന് പറയുന്നു. സൗന്ദര്യയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. എനിക്ക് ഒരു മിക്സ്ഡ് ഇതിലാണ്. ചില സമയത്ത് നല്ലതായിട്ട് തോന്നും, ചില സമയത്ത് ഇതെന്തോ ഈ കാണിക്കുന്നതെന്ന് തോന്നും. അത് പക്ഷേ അവർക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് പൊതുവായിട്ടും പറയാനും പറ്റത്തില്ല. കാരണം ഇപ്പം അൻഷിതയൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അൻഷിതയിലും ഒട്ടുമിക്ക കണ്ടസ്റ്റൻസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അവരെ ഇഷ്ടപ്പെടും. എനിക്കങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് ഈ സീസണിൽ അങ്ങനെ ആരെയും ഇല്ല. അതുകൊണ്ട് തന്നെ അത് എന്താ പറയുന്നത്, അതിങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ ആഴ്ചകൾ വെച്ച് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ ഒരാഴ്ച ഒരാളെ ഫേവറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ഒരു പേഴ്സണൽ ഇയാൾ ടൈറ്റിൽ വിന്നർ ആവണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഈ സീസണിൽ. ഇപ്പം സീസൺ 4 വെച്ചിട്ടാണെങ്കിൽ ആദ്യമൊക്കെ എനിക്കും ബോണ്ടണ്ണനും സനം ഷെട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സനം ഷെട്ടി കൊള്ളാം എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പം എന്ത് പറ്റി, സനം പുറത്തു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമൊക്കെ ആര്യനുണ്ടല്ലോ നമുക്കൊരുമാതിരി എന്താ പറയുന്നത്,
ഇയാള് ഭയങ്കര അപ്‌ടൈറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാള് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പം ഹൗസ് മേറ്റ്സിന് ദീപക് അണ്ണേനെ പോലെയായിരുന്നു. ദീപക് അണ്ണേനെ പോലെ അത്ര റൂഡായിട്ടൊന്നും അല്ല പുള്ളി പെരുമാറുന്നത്. പക്ഷെ എന്താ പറയുന്നത്, ഒരു കടുംപിടുത്തൊക്കെ ഉള്ള ഒരു ഇന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനത്തെ ഒരാള്. നമുക്ക് ഈ മറ്റേ അന്യൻ്റെ ഇതൊക്കെ പറയുന്ന പോലെ മറ്റേ എന്താ പറയുന്നത്, അമ്പീനെ കുറിച്ച് വിവേക് പറയുമല്ലോ, ഒരുത്തൻ പെർഫെക്റ്റാ இருந்தா அவங்களுக்கு பிடிக்காதுல்ல, സ്ട്രിക്റ്റാ இருந்தா കസക്കുതില്ല എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ അതിന് സനം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഉള്ളത് ആരി എന്നുള്ള രീതിയിൽ. ബട്ട് പിന്നെ പിന്നെ ഗ്രാജുവലി പുള്ളിനെ ഇഷ്ടപ്പെടുകയും ബാക്കി വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പുള്ളിനെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളിയായി നമുക്ക്. പിന്നെ നമ്മള് ഫിക്സ് ചെയ്തു. നമ്മള് മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരും ഫിക്സ് ചെയ്തു. ഇയാളായിരിക്കും വിന്നർ, ഇയാളാവണം വിന്നർ എന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന കുറേ ക്വാളിറ്റീസ് ഒക്കെ പിന്നെ നമ്മൾ കണ്ടു. അങ്ങനെ എന്താ പറയുന്നത്, ഗ്രാജുവലി വി ഫെൽ ഇൻ ലവ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയിൽ. പക്ഷെ നമുക്ക് ഉറപ്പായിരുന്നു ആര് ജയിക്കും, ആര് ജയിക്കണം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു വോട്ട് വ്യത്യാസത്തിലാണ് പുള്ളി ജയിച്ചത്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു റെക്കോർഡായിരുന്നു. பட் இந்த சீசன்ல அந்த மாதிரி யாரும் வருவாங்கன்னு நான் நினைக்கல. ஈவன் முத்துக்குமரன் மேபி லீடிங்ல இருக்கலாம். ஒரு 1,00,000 1,50,000 அந்த மாதிரி ஓட்டிங்ல வேணா இருக்கலாம் அவரு. ஆனா அவரு நாமினேஷன்ல வரும்போதெல்லாம் அந்த மாதிரி எப்பவுமே லீட் பண்ணுவாரு. ஸோ அதனால அவர் வேணா இருக்கலாம். ஆனா இந்த அளவுக்கு ஒரு ஹியூஜ் டிஃபரன்ஸ் வருமான்னு தெரியாது. அதனால இந்த சீசனை பத்தி எனக்கு, என்கிட்ட கேட்டா யார் வின்னர் ஆகும்னு எனக்கு ஒரு இந்த ஆள் வின் பண்ணா நல்லாயிருக்கும் அப்படின்னு வேணா சொல்லலாம். ஆனா இந்த ஆள் தான் வின் பண்ணுவாரு அந்த மாதிரி ஷுவரா என்னால சொல்ல முடியல. ஸோ யா ஏதோ சொல்லணும்னு தோணுச்சு. ராணுவையும் சௌந்தர்யாவையும் அந்த மாதிரி கிரிட்டிசைஸ் பண்ணும்போது நான் என்ன நினைக்கிறேங்கன்னா, அவங்க ஒரு கேம் ப்ளே பண்ணுறாங்க இல்லையா? இது டிஃப்ரெண்ட்டாக இருக்குது, மற்றவங்கள கம்பேர் பண்ணும்போது இன்னொரு ரூட்டில் இருக்குது. உள்ளே இருக்கிறவங்க பாயிண்ட் ஆஃப் வியூவில் இப்போ முத்துக்குமரன் சௌந்தர்யா சொல்லும்போது, யாருக்கு ஓட் பண்ணாதீங்க அப்படின்னு நீங்கள் நினைக்கிறீங்கன்னு விஜய் சேதுபதி கேட்கும்போது அவர் சொல்கிறாரு, சௌந்தர்யாவுக்கு ஓட் பண்ணாதீங்க. ஏன்னா மற்றவங்க வந்து கேமை அதோட முனைப்போட விளையாடி முழு ஈடுபாடோட விளையாடும்போது, சௌந்தர்யா வந்து ஏதோ தானோன்னு இருந்து சில ரியாக்ஷன்ஸ் மட்டும் கொடுத்து கவுண்டர் போட்டு அந்த மாதிரி ஒரு ரூட்ல போறாங்க. அது கொஞ்சம் அன்ஃபேரா இருக்கு. அந்த மாதிரி நினைக்கிறதுல ஒன்றும் தப்பில்லை. ஏன்னா நாம வந்து இவ்வளோ கஷ்டப்பட்டு உழைக்கிறோம். ஆனா இன்னொருத்தங்க வந்து அந்த அளவுக்கு கஷ்டப்படாம ஆனா மக்களோட லவ்வ சம்பாதிக்கும்போது அது கொஞ்சம் கஷ்டமா தான் இருக்கும். ஆனா அது தப்புன்னு நம்மளால சொல்ல முடியாதுல்ல. ஒருத்தன் வந்து நாம செய்யற வேலைய வந்து இன்னொரு விதமா ஈஸியா செஞ்சுட்டு போறான்னா, அவன தப்பு சொல்ல முடியாது. ஏன்னா அவனும் நாம என்ன நோக்கத்தோட இங்க வந்தோமோ, அதே தான் அவனும் பண்றான். ஆனா டிஃப்ரெண்ட்டா ஏதோ பண்றான் இல்லையா? ஸோ அந்த நோக்கத்த தப்பு சொல்ல முடியாதுன்னு தான் நான் சொல்றேன். யோசிச்சு பாருங்க எப்படி இருக்குன்னு. அப்போ யா இந்த வாரம் வந்து ஜெஃப்ரி அண்ட் அன்ஷிதா தான் எவிக்ட் ஆனாங்க. அதில் வந்து எப்படி ஃபீல் பண்ணுறேன்னா ஓகே. ஏன்னா இன்னும் ஆனால் மேபி விஷால் அதுக்கு பதிலாக போயிருக்கலாம் அப்படின்னு ஒரு நினைப்பு இருக்கு எனக்கு. ஆனால் உடனே விஷால் ஃபேன்ஸ் எல்லாம் கோச்சிட்டு வரக்கூடாது. ஏன்னா அவர் இன்னும் அவரோட கேமை ஸ்டார்ட் பண்ணலன்னு நான் நினைக்கிறேன். அவர் ஏதோ என்ன சொல்றது, அவரே சொல்லிட்டு இருந்தாரு ஏதோ போதும் அந்த மாதிரி எல்லாம். ஆனா தெரியல, சரி பார்க்கலாம். ஆனாலும் பரவாயில்ல, ஏன்னா இப்போ நம்ம ஃபினாலே நெருங்கிட்டோம். இதுல ஒன்றும் வருத்தப்படுறதுக்கு ஒன்றும் இல்லை இவங்க போனதுல. நல்ல கண்டஸ்டன்ஸ் தான் ஜெஃப்ரி ஆனாலும் அன்ஷிதா ஆனாலும். அன்ஷிதாவோட வாரம் பெர்ஃபார்மன்ஸ் எல்லாம்
அந்த அன்ஷிதாக்கும் இப்போ போன அன்ஷிதாக்கும் எவ்வளோ டிஃபரன்ஸ் இருக்கு பாருங்க. சுனிதா போனதுலேருந்து அவங்களோட கேம் வந்து வேற மாரி ஆக்கிட்டாங்க. அதுக்கு முன்னாடியெல்லாம் அவங்க அவ்வளோ இப்போ இவங்க எல்லாம் கேர்ள்ஸ் வெர்சஸ் பாய்ஸ்ன்னு இருந்தபோது, மீட்டிங் எல்லாம் போடும்போது, அங்கெல்லாம் அன்ஷிதாவ பார்க்க முடியறதில்ல. அந்த மாரி சின்ன சின்னதா தெரிஞ்சாங்க. ஆனா இந்த பிக் பாஸ் ஹவுஸ்லயே பெரிய சம்பவத்த முதல்ல பண்ணது அன்ஷிதா தான். சம்மந்தி மேட்டர் அ சம்மந்தி ஸ்பெஷல் அப்படின்னு என் எபிசோட்ல 2ண்ட் எபிசோட்ல தம்ப்நெயில போட்டிருப்பேன் நானு. ஸோ யாஹ் அன்ஷிதா போனதுல ஒண்ணும் ஓகே. அவங்க உள்ள வரும்போது ஒரு கெட்ட பேரோட வந்தாங்க. இப்ப வெளில போகும்போது கெட்ட பேர் இருக்கான்னு கேட்டா, இல்ல. பரவால்ல. அ சில இப்போ நானே போன எபிசோட்ல வந்து அந்த ஆஸ்கார் ஆக்டிங் அத பத்தி எல்லாம் சொல்லியிருப்பேன். ஆனா, அதெல்லாம் ஏதோ ஒரு கேமுக்காக அந்த மாரி அவங்க போனதுக்கப்புறம் நமக்கு அவங்க மேல எந்த அபிப்பிராயமும் அந்த மாரி எல்லாம் கிடையாது. அவங்க இப்ப வெளில போனா நல்ல ஒரு வாழ்க்கை அவங்களுக்கு கிடைக்கட்டும்னு விஷ் பண்ண தான் முடியும். அதுவும் போறதுக்கு முன்னாடி இந்த விஷால் கூட ஒரு மேட்டர் இருக்கு. அது வந்து எனக்கு அத பத்தி பார்க்கும்போதெல்லாம் நம்ம தர்ஷிகா தான் ஞாபகத்துக்கு வருவாங்க. இப்ப அவங்க இன்டர்வியூ எல்லாம் குடுத்துட்டு இருக்காங்க. அதுல அவங்க சொல்றாங்க, அவங்ககிட்ட ஒரு கொஸ்டின் கேட்குறாங்க. பிக் பாஸ் ஹவுஸ்லயே நல்ல நடிகர் அப்படின்னு, பெஸ்ட் ஆக்டர் அப்படின்னு சொன்னா யாருக்கு குடுப்பீங்கன்னு கேட்கும்போது, விஷால்ன்னு சொன்னாங்க. ஏன்னா, அவர் வந்து அ அது என்ன சொல்றது? அது இப்ப அது அவரோட பெர்சனல். ஆனாலும் பிபி ஹவுஸ்ல நாம பார்க்கும்போது, அத நம்ம சொல்லி தான் ஆகணும். போன் கிட்ட என் ஃப்ரெண்டு கிட்ட நான் பேசும்போது அவன் கேட்குறான், "இல்ல எ விஷால் அண்ட் ஷிதாவோடத பார்த்தியான்னு?" கேட்டான். நான் சொன்னேன், "ஆமா பார்த்தேன்டா." ஆ அதில நாங்க 2 பேருமே என்ன நினைக்கிறாங்கன்னா, இதில வந்து ஒரு வேளை விஷாலுக்கு உண்மையாவே அன்ஷிதா மேல ஏதாவது ஒரு ஃபீலிங்ஸ் இருக்குமோ அப்படின்னு நினைக்கிறேன். ஏன்னா அன்ஷிதா போனதுக்கப்புறம் அவர் கொஞ்சம் டவுன் ஆன மாரி இருந்தாரு. கொஞ்சம் என்ன சொல்றது? மிஸ் யூன்னு எல்லாம் போய் சொல்றாரு. இத வந்து தர்ஷிகாவுக்கு அவர் பண்ணல. ஆனா, அ என் ஃப்ரெண்ட் என்ன சொல்றான்னா, அ அதில வந்து விஷால தப்பு சொல்ல முடியாது. ஏன்னா, அவன் மல்டிபிள் டைம் சொல்லியிருக்கான். அ இதெல்லாம் வேண்டான்னு சொல்லியிருக்கா. இவ தான் போய் பின்னாடி போயிருக்கான்ற மாரி அவன் சொல்றான். நான் சொல்றேன், "ஏய்! நீ நான் பார்த்த பிக் பாஸ் தானே நீயும் பார்த்த." அவன் சொல்லியிருக்கா மல்டிபிள் டைம்ஸ். இல்ல இது வேணாம். நம்ம எ என்ன சொல்றது? ஆனா அது வந்து இப்போ நமக்கு ஒரு விஷயம் வேணான்னா, அது நாம சொல்றதும், ஒரு மாரி பூசி முழுகுறதும் வெவ்வேறையா இருக்கு இல்லையா? இப்ப நான் நான் இப்ப அவனோட ஸ்தானத்துல நானா இருந்தா, என்கிட்ட வந்து தர்ஷிகா இப்படி சொல்றாங்க. அப்ப நான் ஒரு இல்ல நாம ஃப்ரெண்ட்ஸா இருப்போம். அப்படி கிளியர் கட்டா சொல்லணும் இல்லையா? இல்ல வேணாம். இது இப்ப வேணாம். இது நம்ம 2 பேரு கேமையும் பாதிக்கும். இல்ல அ வெளியில நாம மீட் பண்ணலாம். அ பழகி பார்க்கலாம். அப்ப நம்ம அ தெரிஞ்சிடும். உண்மையாவே ஏதாவது இருந்தா அது தெரிஞ்சிடும். அப்ப நாம பார்த்துக்கலான்னு சொல்லணும். ஆனா இவன் என்ன சொல்றான்? இவன் சொல்றான், "அ இல்ல இது வேணாம். ஆனாலும் அவள என்ன சொல்றது? அது ஒரு மாரி அவள என்கரேஜ் பண்ணிட்டு இருக்கா." அவள டிஸ்கரேஜும் பண்ணல. ஆனா என்கரேஜ் பண்ணிட்டு இருக்கான். ஆனா அ லவ்வுன்னு ஒத்துக்க மாட்டேன். என்னன்னு கிளியர் கட்டா அந்த ரிலேஷன்ஷிப்ப டிஃபைன் பண்ணாம, அவள ஒரு குழப்பத்திலேயே வச்சு, அ அது அவளே அவனே சொல்லியிருந்தா, அந்த பொண்ணு பாட்டுக்கு சரி நம்ம அப்புறமா பார்த்துக்கலாம். அந்த மாரி அவளே கொஞ்சம் விலகி டிஸ்டன்ஸ் மெயின்டெயின் பண்ணி, நார்மலா அது போயிருக்கும். ஆனா இவன் என்கரேஜும் பண்ணி, அது அந்த பொண்ணும் அ உண்மையாவே அந்த பொண்ணு அவன விரும்பியிருக்கு. நெறைய பேரு கன்டென்ட்டுக்காகன்னு சொல்லியிருந்தாங்க. ஆனாலும் அந்த பொண்ணு ஏதோ ஒரு காரணத்தினால அது ஆரம்பிச்சு, அப்புறமா அந்த பொண்ணு உண்மையாவே அவளுக்கு அந்த ஃபீலிங்ஸ் இருந்திருக்கு. இல்லன்னா அந்த பொண்ணு அவங்களோட அம்மாவோட ரிங்க வந்து அவனுக்கு குடுத்துருக்க மாட்டா. அது வந்து ரொம்ப பெர்சனலான ஒரு ஐட்டம் இல்லையா? அதுவே அவனுக்கு குடுத்துருக்காங்க. அப்புறம் அந்த பொண்ணு குறை சொல்றதுல எந்த பிரயோஜனம் இல்ல. அது நான் அப்ப என் ஃப்ரெண்டு கிட்ட சொன்னேன். "டேய்!
அவனோட தங்கச்சி. அதாவது உண்மையான தங்கச்சி கிடையாது. அவங்க 2 பேரும் ஒரே சீரியல்ல ஆக்ட் பண்ணியிருக்காங்க. அவனுக்கு தங்கச்சி மாரி ரொம்ப ரொம்ப பிரியம். அவங்களோட பேரு நேஹா. லட்டுன்னு கூப்பிடுவாங்க. ம். அவங்க வந்திருந்தாங்க இந்த வீக்கு. அவங்க வந்தபோது அழகா அவனுக்கு எடுத்து சொல்லிட்டேன். "நீ இந்த மாரி தப்பு பண்ணியிருக்க. நீ அவள அது நீ நெறைய வாட்டி சொல்லியிருக்க. இந்த மாரி இது வேணாம்." அந்த மாரி ஒரு மாரி சொல்லியிருக்க. ஆனா, அத நீ ப்ராப்பரா சொல்லாம ஒரு குழப்பத்தில அந்த பொண்ண வச்சிருக்க. என்கரேஜ் பண்ணியிருக்க. நான் இப்ப சொன்ன பாயிண்ட்ஸ் எல்லாமே அந்த பொண்ணு அழகா அ சொல்லிச்சு. அப்ப அந்த பொண்ணுக்கே தோணிருக்கு இல்லையா? அது அது நம்ம பார்க்கும்போது அந்த மாரியா தான். ஆனா, அது பொண்ணுங்க பார்க்கும்போது அவங்களுக்கு கிளியரா தெரியும். என்ன என்ன இஷ்யூன்றது. ஸோ யாஹ்! அதே மாரி தான் அன்ஷிதா கிட்டயும் பண்றாரோ! அப்படின்னு இருக்கு. ஆனா, அன்ஷிதா கிட்ட கொஞ்சம் டிஃபரெண்ட்டா இருக்கு. ஒருவேளை நான் இப்படியும் யோசிச்சேன். ஒருவேளை உண்மையாவே அன்ஷிதா கூட பழகும்போது அவருக்கு உண்மையாவே அவங்க மேல ஏதோ ஃபீலிங்ஸ் இருந்திருக்கு. அப்படி இருந்திருக்குன்னா அவங்க கிட்ட அத சொல்லி, இல்ல அந்த மாரி டீல் பண்ணியிருக்கலாம். தர்ஷிகாவ இந்த மாரி என்ன சொல்றது? ஒரு தன் பின்னாடி வர வச்சிருக்க வேணான்னு நான் யோசிக்கிறேன். ஏன்னா பார்க்கும்போதெல்லாம் கொஞ்சம் கஷ்டமா தான் இருக்கு. உண்மையாவே நம்ம என்ன சொல்றது? அது தர்ஷிகாவே நெறைய இன்டர்வியூல நெறைய கேள்விகள் வரும்போது, அவங்க என்ன சொல்றது? அந்த ஒரு ஒரு விஷயத்தையும் இல்ல அது லவ்வுன்னு சொல்ல முடியாது. க்ரஷ்ஷா இருக்கலாம். ஒரு ஃபீலிங்ஸ் இருந்திருக்கு. ஆனா, அந்த ஃபீலிங்ஸ் உண்மை அப்படின்றத அவங்க ஒத்துக்கிறாங்க. உண்மையிலேயே லவ் இருந்திருக்கு. ஆனாலும் இப்போ கொஞ்சம் எம்பாரஸிங்கா இருக்கு இல்லையா? கொஞ்சம் கூச்சமாவும் இருக்கும். ஏன்னா, அ நல்ல ஒரு வாய்ப்பு நெறைய பேருக்கு கிடைக்காத ஒரு வாய்ப்பு கிடைச்சு, உள்ள போயி, அது தேவையில்லாத ஒரு விஷயத்துல மாட்டி, அது வீணாக்கிட்டோமே! அப்படின்ற ஒரு ஒரு குற்ற உணர்ச்சி அவங்களுக்குள்ள இருக்கும். அதனால இந்த மாரி எல்லாம் மாத்தி பேச வேண்டி இருக்கும். அது யாரா இருந்தாலும் அப்படிதான் பண்ணுவாங்க. கொஞ்சம் கஷ்டமா தான் இருக்கு அந்த பொண்ண பத்தி நினைக்கும்போது. ஆனா, அவங்க வெளில போயிட்டாங்க. ஸோ, வெளில இருக்கிற அவங்களோட வாழ்க்கைக்கு நம்ம ஆல் தி பெஸ்ட் சொல்லலாம். அப்படி ஒண்ணும் பெரிய கெட்ட பேர் எதுவும் இல்ல. இந்த ஒரு விஷயத்துல ஒரு ஒரு மிஸ்டேக் பண்ணிருச்சு. ஏதோ தப்பு பண்ணிட்டாங்க அந்த மாரி சொல்லலாம். ஆனா, பிக் பாஸ் அல்டிமேட் எல்லாம் இருக்கு. அதுல வந்து கூட முனைப்போட விளையாடி கப்பு கூட வின் பண்ணலாம். ஆனா, பிக் பாஸ் அல்டிமேட் எல்லாம் பெருசா எடுபடுவான்னு எனக்கு தெரியாது. நான் பார்க்கறது இல்ல. நீங்க பார்க்குற ஆளுங்களான்னு இருக்கிற பிக் பாஸே எவனும் பார்க்கறதில்ல. இந்த இந்த வாட்டி டிஆர்பி வந்து ரேட்டிங் வந்து கொஞ்சம் டவுனா இருக்குன்னு எல்லாம் கேள்விப்பட்டேன். அப்படி இருக்கும்போது அல்டிமேட்டும் பார்க்குறவங்க இருப்பாங்க. அ ஏன்னா ஒருத்தர் வந்து 90 டேஸ் எல்லாம் லீவ் எடுத்துட்டு வந்து பிக் பாஸ் பார்க்குற ஒரு ஆள் இருக்கிறாங்கன்னு ஒரு தடவ ஆடியன்ஸ்ல இருந்து சொன்னாங்க. ஸோ அந்த மாரி ஆளுங்கலாம் இருக்காங்க. அப்படி முனைப்போட இருந்து அல்டிமேட் 24/7 எத குடுத்தாலும் பார்த்துட்டு இருக்கிற மாரி, அந்த அளவுக்கு ஃபேன்ஸ் இருக்கிற ஒரு ஷோ தான். ஆனாலும் மெயின் ஷோ அளவுக்கு அல்டிமேட் இருக்குமான்னு என்ன கேட்டா, எனக்கு அந்த மாரி ஒரு ஃபீலிங் இல்ல. நமக்கு எப்பவுமே பிக் பாஸ் அதுதான். எந்த லாங்குவேஜ்ல இருந்தாலும். இந்த மாரி அல்டிமேட் 24/7 அதெல்லாம் எனக்கு தெரியாது. எனிவேஸ் அப்போ அ அன்ஷிதா வந்து விஷால் கிட்ட இந்த மேட்டர் சொல்லும்போது, ம் அருண் கிட்ட போய் கேட்குறாங்க. என்ன விஷாலுக்கு என்ன புடிச்சிருக்கு? அந்த மாரி தான் கேட்டுருக்காங்கன்னு நெனைக்கிறேன். அவர் சொல்றாரு, "இது நடந்தா நான் ரொம்ப ஹேப்பியா இருப்பேன்." இதே தான் இவரு தர்ஷிகாவுக்கு சொன்னாரு. அருண் வந்து ஒரு ட்ரூ ஃப்ரெண்டுங்க. நம்ம ஃப்ரெண்டுக்கு எத பிடிக்குதோ, அது அவனுக்கு கிடைக்கணும். அவன் நல்லா இருக்கணும்னு நெனைக்கிறான். ஆனா அந்த அந்த அர்த்தத்தில ட்ரூ ஃப்ரெண்டு. ஆனா உண்மையான ஒரு என்ன சொல்றது? ஒரு நல்ல ஃப்ரெண்ட் வந்து நம்ம ஃப்ரெண்ட் இந்த மாரி தப்பு பண்ற இப்ப லட்டு வந்து சொல்லிச்சுல்ல. ஐ மீன் சாரி நேஹா வந்து சொல்லிச்சுல்ல. அந்த மாரி அ வந்து அருணே சொல்லியிருக்கணும். அவன் உள்ளே இருக்கிறவன் இல்லையா? இப்போ விஷாலோட நல்ல ஃப்ரெண்டுன்னு இருக்கும்போது, அவன் ஹேப்பியா இருக்கிறதுன்னு நெனைக்கிறது ஓகே. ஆனாலும் அவன் இந்த மாரி பண்ணிட்டு இருக்கடே, அந்த மாரி பண்ணாதடா. ஏன்னா அவனே சொல்லியிருக்க ஒரு பொண்ணோட ஃபீலிங்ஸ் வச்சு விளையாடுறது தப்பு. அப்படி தப்பு தப்புன்னு சொல்லிட்டு நீ அந்த மாரி தான் பண்ணியிருக்க. ஓகே. அது பொண்ணா இருந்தாலும், பையனா இருந்தாலும் இந்த மாரி பண்ணும்போது கொஞ்சம் கஷ்டமா தான் இருக்கு. ஏன்னா,
பாருங்க விஷால் மேல இந்த அளவுக்கு அபிப்பிராயம் எல்லாம் இருந்தோ, அவரோட அப்பா உள்ள வந்தபோது நான் ட்ரூலி எமோஷனல் ஆயிட்டேங்க. பார்க்குறதுக்கே ரொம்ப நல்லா இருந்துச்சு. ஃபேமிலி வீக் வந்து பெருசா எதுவும் நடக்காதுன்னு நாம நெனச்சுட்டு இருக்கும்போதும், நம்மள எமோஷனலா ஒரு விதத்தில கனெக்ட் ஆயிருக்காங்க அவங்க கூட. இந்த மேட்டர விட்டுருவோம். அது பேசி இன்னும் வெளிய பிரயோஜனம் ஒண்ணும் கிடையாது. அ அன்ஷிதா அவங்களோட பழைய அ ரிலேஷன்ஷிப்ப பிரேக் பண்ணி, புதுசா ஸ்டார்ட் பண்ணணும். அது விஷாலே அட்வைஸ் பண்றாரு. "பழச விட்டுரு, புதுசா நெனச்சு பாரு." அந்த மாரியெல்லாம் சொல்லிறாரு. அ அது எந்த அளவுக்கு போகும்ன்னு தெரியாது. ஒரு வேள விஷால் அடுத்த வாரம் வெளில போயிட்டான்னா, அ பார்க்கலாம். வெளி உலகத்தில அவங்க வாழ்க்கை எப்படி போகுதுன்னு. எப்படியா இருந்தாலும் அவங்க நல்லா இருக்கணும். 2 பேருமே. நல்ல ஒரு வாழ்க்கைய தனித்தனியா இருந்தாலும், இல்ல அ சேர்ந்து இருந்தாலும், எந்த மாரி இருந்தாலும், அவங்க வாழ்க்கைக்கு ஆல் தி பெஸ்ட். அப்ப நான் என்ன சொல்லிட்டு இருந்தேன், ஆமா அப்பாவோட இந்த மேட்டரு. பாருங்க பிக் பாஸ்க்குள்ள நிகழ்ச்சிக்குள்ள வந்து ஒரு ஃபேமிலி ஒரு பிரிஞ்சிருந்த ஒரு ஃபேமிலி ஒண்ணு சேர்ந்துட்டாங்க இல்லையா? அதுவே பார்க்குறதுக்கு ரொம்ப நல்லா இருந்துச்சு. അ ഒരു നിമിഷം ഞാനൊക്കെ ഭയങ്കര ഇമോഷണലായി. എനിക്ക് മറ്റേ കാര്യം അത് നമുക്ക് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഇമോഷനല്ലേ. അച്ഛനും അമ്മയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് അതും പുള്ളി വിശാലിന്റെ അച്ഛൻ തന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അത് ഞാന് അതും ഇത്രയും ലക്ഷങ്ങൾ കാണുന്ന ഒരു ഷോയില് വന്നിട്ട് എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തോ ഒരു ഈഗോയുടെ പുറത്ത് എന്താണ് അവര് തമ്മിലുണ്ടായ മെയിൻ വിഷയം എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും അതില് പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് പുള്ളി സമ്മതിക്കുന്നു. ഇത്രയും പേരുടെ എല്ലാരും കാണുന്ന ഒരു ഷോയില് വന്നിട്ട് അങ്ങനെ സമ്മതിക്കാന്ന് പറയുമ്പോ തന്നെ പുള്ളിയുടെ ആ ഈഗോയൊക്കെ പുള്ളി വെടിഞ്ഞ് ട്രൂലി മനസ്സിൽ നിന്ന് വന്ന ഒരു ഒരു മാറ്റമാണ്. അപ്പം അവര് അത് ആ മൊമെന്റ്സ് ഒക്കെ കാണാൻ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. എനിക്ക് നമ്മളെ ടച്ച് ചെയ്തു ഉള്ളില്. അപ്പം ആഹ്, നമ്മള് വിശാലിന്റെ മേൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഐ വാസ് ഹാപ്പി ഫോർ ഇറ്റ്. ഇനിയിപ്പം പുറത്തിറങ്ങിയാലും പുള്ളിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെ ഭയങ്കര വലിയ കൊടിയ ക്രിമിനൽ കുറ്റമൊന്നും പുള്ളി അങ്ങനെ അതിൻ്റെ അകത്തൊന്നും ചെയ്തു വെച്ചിട്ടില്ല. ഐ മീൻ സൗന്ദര്യനെ പറ്റി അങ്ങനെ പറഞ്ഞത്. അതാണെങ്കിലും ആ നേഹ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതും പറഞ്ഞ് സംസാരിക്കാൻ പറയുന്നു. അതും പുള്ളി സൗന്ദര്യയുടെ അടുത്ത് വന്ന് സംസാരിച്ചു. പക്ഷെ അപ്പോഴും പുള്ളി ഒരു ഒരു സേഫ് ആയിട്ടുള്ള രീതിയിലാണത് പറഞ്ഞത്. എന്തോ നേഹ വന്ന് പറഞ്ഞതുകൊണ്ട് അത് തട്ടിക്കളയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് പുള്ളിക്കാരിയുടെ മുമ്പിൽ വെച്ച് പറയണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്നുള്ളതല്ലാണ്ട് എന്താണ് ട്രൂലി ഞാൻ പറഞ്ഞത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒരു വിധത്തിൽ ചെറുതായിട്ട് പറഞ്ഞു. അതായത് മുത്തുവിന്റെ ഏഹ്, അടുത്ത് ഇരുന്നതിന്റെ ആ ഒരു ഇങ്ങനെ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. എന്താണ് കാര്യം എന്നുള്ളത് അങ്ങോട്ട് അങ്ങ് പറയാനായിട്ട് ഒരു അപ്പം അത്രയും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞതെന്ന് ചിലപ്പോൾ സൗന്ദര്യക്കും തോന്നിക്കാണും. എന്താണേലും പുള്ളിക്കാരി അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അത് വിട്ടു. അതും കണ്ടോണേ, അതും എൻ്റെ മനസ്സില് 2 രീതിയിലാ തോന്നുന്നു. ഒന്ന് മേ ബി ട്രൂലി പുള്ളിക്കാരി അങ്ങനെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്തെങ്കിലും എന്തോ പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതി വിട്ട് കളഞ്ഞതാവാം. അല്ലെങ്കിൽ ഇത് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ട് ഏഹ്, എന്നെപ്പറ്റി എന്തോ ഒരു അനാവശ്യം പറഞ്ഞു. എന്നിട്ടും ഞാൻ അവനുമായിട്ട് ഫ്രണ്ടായിട്ടിരിക്കുന്ന കണ്ടോ എന്നുള്ളൊരു ആംഗിളിൽ ഏഹ്, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. പക്ഷെ എന്താന്നറിഞ്ഞൂടാ ഈ ബ്രെയിൻ ഞാൻ പറഞ്ഞില്ലേ 2 രീതിയിലും ചിന്തിക്കും. എനിക്ക് ചിലപ്പോൾ ജെന്യുയിനായിട്ട് തന്നെ പുള്ളിക്കാരി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു വിടുന്ന ഒരാളാണെന്ന് തോന്നുന്നു. മേ ബി അത് ഇറ്റ്സ് ഓക്കെ. എന്തോ അപരാധം പറഞ്ഞു. പക്ഷെ ഓക്കെ എന്തെങ്കിലും ആകട്ടെ എന്നുള്ള രീതിയിൽ. ആഹ്, പക്ഷെ വിശാൽ തന്നെ പറയുന്നു അതായത് പല പല അവൻ പലതവണ ഇത് ഈ ഒരു ഇതിന്റെ അകത്ത് പറയുകയും ചെയ്തു. അതായത് അന്നേരം അങ്ങനെ പറഞ്ഞു. പക്ഷെ നിന്നോട് അടുത്തിടപഴകുമ്പോൾ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയി എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ പറഞ്ഞിട്ട് പോലും എന്തോ ഒന്ന് പറഞ്ഞൂന്ന് അവൾക്കറിയാം. എന്നിട്ടും അവളെന്നോട് ഫ്രണ്ടായിട്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ. സോ മേ ബി ഇറ്റ്സ് എ ഗുഡ് തിങ്. സൗന്ദര്യം വേറൊരു കാര്യം ലൈവിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. പുള്ളിക്കാരിക്കൊരു മോശം അനുഭവം ഒരു സിനിമ ഇതിൻ്റെ എന്താ പറയുക ഓഡിഷന് ചെന്നപ്പോൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ. ഉം, ബട്ട് മേ ബി അതൊക്കെ ഒരു എന്താ പറയുന്നേ പുള്ളിക്കാരിയുടെ ആ ലൈഫ് സ്റ്റോറി പറഞ്ഞ കൂട്ടത്തിൽ അത് പറയായിരുന്നു മേ ബി.
ബട്ട് പറയും പറയാതിരിക്കുന്നതൊക്കെ പുള്ളിക്കാരിയുടെ ഇഷ്ടം. പക്ഷെ അങ്ങനത്തെ ഒരു മോശം അനുഭവം പുള്ളിക്കാരിക്ക് ഉണ്ടായി. അപ്പം അതിന് ശേഷം പിന്നെ കുറച്ച് അത് വീട്ടുകാരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ. അപ്പം ഏഹ് അങ്ങനത്തെ ഉം അനുഭവങ്ങളൊക്കെ ഉള്ള ആളാണ് എന്ന് പറയുമ്പോ തന്നെ അത് നമുക്കൊരു എന്താ പറയുന്ന ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് നമുക്ക് തരുന്നു. യാഹ്. അപ്പം യാഹ്. ഉം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുത്തുക്കുമരന്റെ ഫാമിലി. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. അത് എന്നെ വിശാലിന്റെ ഇതിനേക്കാളും കൂടുതൽ ഇമോഷണൽ ആക്കി കളഞ്ഞു. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് അത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. പുള്ളിക്കാരി വന്നിട്ട് പറയുന്നു, എനിക്ക് എവിടേക്കോ എൻ്റെ അമ്മേനൊക്കെ എവിടേക്കോ കാണാനായിട്ട് പറ്റി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. പുള്ളിക്കാരി വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ പരമ്പരയ്ക്ക് തന്നെ നീ ഒരു പേരുണ്ടാക്കി കൊടുത്തു. എൻ്റെ മകൻ ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്മുടെയൊക്കെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ പലരുടെയും ഫാമിലിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും. കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അച്ഛനൊരു വഴിക്ക്, അമ്മ ഒരു വഴിക്ക്, നമ്മളൊരു വഴിക്ക്, ഇങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും ഒരു കുടുംബമായിട്ട് ജീവിക്കാനായിട്ട് ഒരുമിച്ച് ഒരു ലൈഫ് കൊണ്ടുപോകാനായിട്ട് ഒരു നോർമലായിട്ട് പോകാനായിട്ട് പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അപ്പം ഞാനും എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ എനിക്കൊരു 10 വർഷം എടുത്തു എൻ്റെ അമ്മയൊക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കാനായിട്ട്. കാര്യം അതുവരെ എന്നെ പഠിപ്പിക്കാനും വളർത്താനും വേണ്ടിയിട്ട് പുള്ളിക്കാരി പുറത്തും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ബേ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് വളർന്നതൊക്കെ. അപ്പം എന്താ പറയുന്നത്, സ്വന്തം ഒരു ഒരു ഫാമിലി ആയിട്ട് ഒരിത് നമുക്കങ്ങോട്ട് കിട്ടിയിരുന്നില്ല അമ്മ. ബട്ട് അവര് ഉണ്ടായിരുന്നതുകൊണ്ട്, അമ്മയുടെ ചേച്ചിയുടെ കുടുംബം ഉണ്ടായിരുന്നതുകൊണ്ട് അതൊരു ഫാമിലി ആയിരുന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിൽ കിട്ടും. പക്ഷെ എന്നാലും നമ്മുടെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയത്. അപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ മിസ്സായി. അപ്പം അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൻ കാരണം എന്ന് പറഞ്ഞത് നമുക്ക് പണമില്ലായിരുന്നത് കൊണ്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള ആകുമ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി മുത്തു പറഞ്ഞത്. ഒരു കുടുംബമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. അച്ഛനൊരു വഴിക്ക് പോകേണ്ട വന്നു. അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. ഞാനും അതിന് വേണ്ടിയിട്ട് കുടുംബത്തെ കരകയറ്റാൻ വേണ്ടി ഓടുന്നു. ഇപ്പോഴും നമ്മൾ അതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ദേ ഇവിടെ കന്നഡയിൽ എൻ്റെ അമ്മ നാട്ടിലാണ്. അപ്പം എന്താ പറയുന്നത്, കുടുംബത്തെ ഒന്ന് കരകയറ്റി കൊണ്ടുവരിക അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വന്ന കഷ്ടപ്പാടും അത് എങ്ങനെ ഇപ്പോൾ ഒരു അവസ്ഥ ഒരു ഇതിലെത്തി നിൽക്കുന്നു എന്നുള്ളതും ഒക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇമോഷണലായി. ഒരുപാട് തവണ പുള്ളിക്കാരി ഓരോന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരമ്മ. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് റിലേറ്റ് ആയി. എവിടേക്കോ എൻ്റെ അമ്മേനെ കാണുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരു 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 വലിയൊരു സ്റ്റേജിലെത്തി നിൽക്കുവാണെങ്കിൽ എൻ്റെ അമ്മയ്ക്കുണ്ടാകുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണോ അതെല്ലാം ഞാനവിടെ കണ്ടു. അപ്പം അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫീലിംഗ്. അതുകൊണ്ട് നല്ലൊരു ഇതായിരുന്നു. ഭയങ്കരമായിട്ട് ഇമോഷണലാക്കി കളഞ്ഞു നമ്മളെ. പുള്ളി ഒരർത്ഥത്തിൽ പുള്ളി വിജയിച്ചു എന്ന് തന്നെ പറയാം. കാര്യം ആ അമ്മ വന്ന് പറയുകയാണ്, എന്താ പറയുന്നത്, ആൾക്കാരൊക്കെ എന്നോട് ഇതുവരെ എന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പൊ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കുന്നു. എന്താ പറയുന്നത്, പുള്ളിക്കാരി എന്താ പറയുക, പുള്ളിക്കാരി എന്നെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, വലിയ ഭംഗിയൊന്നുമില്ല. അപ്പൊ നമ്മളൊക്കെ ഒന്നെങ്കിൽ ഈ ലോകം അറിയണം എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ പണക്കാരായിരിക്കണം എന്ന് പറഞ്ഞു പുള്ളിക്കാരി. അപ്പൊ എന്തെല്ലാം തരത്തിലുള്ള ആ, എന്താ പറയുന്നത്, ഇൻസൾട്ട്സ് പുള്ളിക്കാരി നേരിട്ടിട്ടുണ്ടാവും. പുള്ളിക്കാരിയുടെ അപ്പിയറൻസിൻ്റെ ഇതിലും പണമില്ലാത്തതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പണം നിങ്ങൾക്ക് സന്തോഷം തരുമോ? ഒരിക്കലും ട്രൂലി സന്തോഷം തരില്ല എന്നൊക്കെ പറയും. പണം നിങ്ങൾക്ക് ട്രൂലി സന്തോഷം തരത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും അത് സോൾവ് ചെയ്യും. നിങ്ങൾക്കുണ്ടാകുന്ന പല അപമാനങ്ങളും അത് മാറ്റിയെടുക്കും. അതുകൊണ്ട് പണം നമുക്ക് അത്യാവശ്യമാണ്.
എൻ്റെ ഒക്കെ കുടുംബത്തൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ ഇപ്പം പലപ്പോഴും എൻ്റെ എന്താ പറയുന്നത്, അമ്മ ഇത്തരം പല അപമാനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വീട് സ്വന്തമായിട്ട് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതുവരെ എന്താ പറയുന്നത്, എന്താ നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, അങ്ങനെയുള്ള എന്താ പറയുന്നത്, നമ്മൾ ഒരുമാതിരി ഏഴാം കൂലികളായിട്ട് കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മ, ഇപ്പോഴും ഫേസ് ചെയ്യുന്നു. അപ്പൊ അത് ഏഹ്, അതൊക്കെ ഒരുപക്ഷെ ഞങ്ങക്ക് നല്ല പണവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ടായേനെ. ഇപ്പോഴും ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുന്നത്, അതൊരു ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. അപ്പൊ എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. പുള്ളിക്കാരി പറഞ്ഞ ഓരോ വാക്കുകളും. ഇപ്പം മുത്തുക്കുമരൻ എന്താണേലും ഒരു കൺഗ്രാജുലേഷൻസ്. കാര്യം ഇനിയിപ്പോൾ ടൈറ്റിൽ വിന്നർ ആയാലും റണ്ണറപ്പ് ആയാലും ഫൈനൽ ഫൈവിലേക്ക് വന്നാൽ എന്താണേലും ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പുള്ളി പുറത്തു പോയാലും ആ, പുള്ളി അതൊരു വിജയം തന്നെയാണ്. ഇത്രയും ആൾക്കാർ അറിഞ്ഞു. പുറത്തു പോവില്ല അത് നമുക്കറിയാം. കാര്യം തുടക്കം തൊട്ട് തന്നെ ഫൈനൽ ഇതിലോട്ട് പുള്ളിയുടെ കപ്പിൽ പുള്ളിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് നമുക്ക് അറിഞ്ഞുകൂടാ എന്താവും എന്നുള്ള രീതിയിൽ. പക്ഷേ അങ്ങനെ പുള്ളി വിജയിച്ചാലും ആ അമ്മേനെയും കുടുംബത്തെയും ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷം തന്നെയാണ്. ജെഫ്രിയുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു ഇത് പറയാം. കാര്യം ജെഫ്രി ഈ സ്റ്റേജിൽ പുറത്തു പോയി, പുറത്ത് പോയെന്ന് പറഞ്ഞാലും അവന് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ കാത്തിരിക്കുന്നു എന്ന് പറയാം. എന്ത് അടിപൊളിയായിട്ടാണ് പുള്ളി പാടിയത്. ഒരു ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. അത് അവൻ മിസ് ചെയ്തു ശരിക്കും. ഇങ്ങനെ പലപ്പോഴും അവൻ്റെ അവനെ എന്താണോ ബിഗ് ബോസിൽ എത്തിച്ചത് ആ ഒരു സംഭവം അവനെ ഇടയ്ക്കിടയ്ക്ക് അത് അവനെ യൂട്ടിലൈസ് ചെയ്യായിരുന്നു. പാടുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. അവൻ പോകാൻ നേരത്ത് പാട്ട് പാടിയപ്പോഴേ അടിപൊളിയായിരുന്നു. അപ്പം ബിഗ് ബോസ് പറഞ്ഞ പോലെ ഇനി അടുത്ത തവണ അവൻ വരുമ്പോഴത്തേക്ക് അവൻ്റെ ആൽബം റിലീസിന് വേണ്ടിയിട്ടായിരിക്കും. അവന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാം. ഒരു തെറ്റായ പാതയിലൂടെ പോയി, പക്ഷെ പിന്നീട് അതിൽ നിന്നൊക്കെ റിക്കവറായി വന്ന് അവൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്തുമാത്രം അഭിമാനം തോന്നിക്കാണും. അപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു, പുള്ളി വീട്ടിലോട്ട് വരുന്ന അവിടുത്തെ അവൻ്റെ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം കൂടെ വൻ സ്വീകരണമൊക്കെ കൊടുക്കുന്നതൊക്കെ. അപ്പം എല്ലാവർക്കും സന്തോഷമായി കാണും. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സ്റ്റേജ് വരെ അവൻ എത്തി. നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. നല്ല എന്താ പറയുന്നത്, കൊള്ളാം. പക്ഷേ ഇടയ്ക്ക് എവിടെയോ ഒന്ന് പാളിപ്പോയി. അവസാനത്തെ ഒരു 2-3 ആഴ്ചകളൊക്കെ അവൻ്റെ ഗെയിം ഒന്ന് മാറിപ്പോയി. അതാണ് പ്രശ്നമായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നോമിനേഷൻസിലൊക്കെ ഒരുപാട് തവണ വന്നിരുന്നെങ്കിൽ, ഇപ്പോൾ ജാക്വലിൻ്റെ ഫാൻസൊക്കെ എപ്പോഴും വോട്ട് ചെയ്ത് അവർക്കത് ശീലമായി. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നോമിനേഷൻസിലൊക്കെ വന്നാലേ ഉള്ളൂ നമ്മുടെ ആ ഒരു വോട്ട് ബാങ്ക് അതുപോലെ നിലനിൽക്കുകയുള്ളൂ. അതൊരു ഡബിൾ എഡ്ജ് സ്വോർഡാണ്. അതായത് ഒന്നെങ്കിൽ നമ്മൾ പുറത്തു പോകും, അല്ലെങ്കിൽ നമ്മളുടെ വോട്ടിങ്ങിന് ആൾക്കാർ വോട്ട് ചെയ്ത് ഒരു ശീലം, ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ നമ്മുടെ ആ ഒരു വോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താനും അത് ഹെൽപ്ഫുള്ളാണ്. ബട്ട് എനിവേസ്, അപ്പം അതൊക്കെയാണ് പുള്ളി പോയതിൻ്റെ കാരണങ്ങളായിട്ട് കരുതുന്നത്. ഇടയ്ക്കൊക്കെ നോമിനേഷൻസിൽ നിന്ന് രക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു വോട്ട് ചെയ്ത് ശീലമില്ലാതായി. അങ്ങനത്തെ ഒരു ഇതും പിന്നെ ഈ അവസാനത്തെ ആഴ്ചകളിലൊക്കെ ആ ഒരു ഗോവ ഗ്യാങ് പക്ഷെ അത് വന്നു കഴിഞ്ഞാണേലും പുള്ളിക്ക് അതിൽ നിന്ന് ആ ഒരു ഇപ്പം എന്താണെന്നറിയോ, പുള്ളി അവസരോചിതമായി ഗ്യാങ് മാറി എന്നൊക്കെ ഉള്ളത് ജാക്കുലിൻ്റെ മേലും അത് ഒരു ആരോപണമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആർക്ക് വീക്കെൻഡിൽ കയ്യടി കിട്ടുന്നു അവരുടെ കൂടെ ആയിരിക്കും പുള്ളിക്കാരി എന്നുള്ള രീതി. അത് ഒരു സ്ട്രാറ്റജി. എന്താ പറയുന്നത്, എന്താ പറയുക, നത്തിങ്, എവറിത്തിങ് ഇസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് പറയുന്ന പോലെ ബിഗ് ബോസിൻ്റെ അകത്ത് ഇത്തരം സ്ട്രാറ്റജികളെല്ലാം നീതിയുക്തമാണ്. അത് നമുക്ക് വേണമെങ്കിൽ മൊറാലിറ്റി അടിസ്ഥാനത്തിൽ നമുക്ക് അതൊക്കെ ഒരു ചോദ്യം ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ മൊറാലിറ്റി ബിഗ് ബോസിൻ്റെ അകത്ത് അങ്ങനെ ഇടപെടുന്ന കാര്യമല്ല. ഇറ്റ്സ് എ സാഡ് സ്റ്റേറ്റ് ഓഫ് അഫെയർ. അത് ആര്യ അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായത്. അവൻ ആ ഒരു മൊറാലിറ്റിയും കീപ്പപ്പ് ചെയ്ത് ഗെയിമും കളിക്കാൻ നോക്കിയത് കൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. അത് പക്ഷെ ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരാളെ
വരുത്തുന്നതും ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മള് റിയൽ ലൈഫില് നമ്മൾ കുറച്ച് കോംപ്രമൈസസ് ഒക്കെ ചെയ്യുമല്ലോ. ഇപ്പം യാഹ്. പക്ഷേ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആര്യ അവിടെ എന്തുവാ ചെയ്തത്? എപ്പോഴും എല്ലാവരുടെയും കുറ്റങ്ങൾ പറഞ്ഞു. ഇപ്പം ഞാനൊരു കമന്റ് കണ്ടു. മുത്തുക്കുമരന് ഇവരൊക്കെ ജാക്കലിനൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ. അതാണ് ഗെയിം. ഇതിൻ്റെ അകത്ത് മറ്റ് കണ്ടസ്റ്റൻറ്റിൻ്റെ പോരായ്മകൾ എടുത്തു വെച്ച് എക്സ്പ്ലോർ ചെയ്ത് അത് ജനങ്ങളുടെ മുമ്പിലും റിവീൽ ചെയ്ത് അങ്ങനെ നമ്മുടെ വോട്ടുകൾ ഇൻക്രീസ് ചെയ്യുക, നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളാണെന്നൊക്കെ ഉള്ള രീതിയിലൊരു ഇത് കൊണ്ടുവരിക, അതൊക്കെയാണ് ഈ ഗെയിമിൻ്റെ അകത്തൊരു വിഷയം. അപ്പം അത് വെറും ഡയലോഗ് കൊണ്ട് മാത്രം സർവൈവ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു എന്താ പറയുന്നേ, അതൊന്നും ഒരു ന്യായമായിട്ടുള്ള വാദമല്ല. ബിഗ് ബോസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അതാരാ പറഞ്ഞത്? ഈ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിയിൽ ആരോ വന്നപ്പോഴത്തേക്ക് അത് പറഞ്ഞു. ജെഫ്രിയുടെ അമ്മ പറഞ്ഞു ഇത് മറ്റേ പുള്ളിക്കാരി ഇവൻ പറഞ്ഞു, സൗന്ദര്യയുടെ ബ്രദറും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത് സംസാരിക്കുന്ന ഗെയിമല്ലേ, അപ്പോൾ ഒരുപാട് സംസാരിക്കണം, മറ്റുള്ളവരോട് ഇടപഴകണം, അല്ലാണ്ട് റിയാക്ഷൻസ് രക്ഷപ്പെടുകയല്ല വേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പം അതെ, പേച്ചിത്തരമേ എന്ന് പറയുമ്പോഴത്തേക്കും പേച്ചിത്തരമ വെച്ചിട്ടല്ലേ അവിടെ ഉള്ള എല്ലാവരും സർവൈവ് ചെയ്യുന്നേ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് സംസാരിക്കാൻ, അതായത് ആർഗ്യുമെന്റ്സ് വെക്കാൻ പാടില്ല. പിന്നെ അവരെന്തോ ചെയ്യും? വെറും ടാസ്കുകൾ മാത്രമാണെങ്കിൽ അതിന് സർവൈവറോ അല്ലെങ്കിൽ വല്ല അങ്ങനത്തെ എന്തെങ്കിലും മറ്റേ ടക്കേഷ്യസ് കാസിലൊക്കെ പോലത്തെ വല്ലതൊക്കെ കളിക്കേണ്ടി വരും. ബിഗ് ബോസ് വരുമ്പോഴത്തേക്ക് ഇത് രണ്ടും വേണം. അവിടെ ടാസ്കുകൾ എപ്പോഴും എല്ലാ ദിവസവും ടാസ്ക് ഒന്നും നടക്കാറൊന്നുമില്ല. അപ്പം അവിടെ എപ്പോഴും എന്താ പറയുന്നത്, സംസാരം ഒരു മെയിൻ മാറ്റർ തന്നെയാണ്. ഇപ്പൊ പവിത്ര ടാസ്കിലൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് പവിത്രനെ ഒരു അങ്ങനെ എവിടെയും കാണാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഇപ്പൊ പുള്ളിക്കാരി കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഔട്ട് ഓഫ് ഹെർ ക്യാരക്ടർ എന്നുള്ള രീതിയിലായി. അതെന്തുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പവിത്ര അങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി ഇങ്ങനത്തെ ആർഗ്യുമെന്റ്സ് ഒക്കെ സ്ട്രോങ് ആയിട്ട് വെക്കുക, അതൊക്കെ ഇപ്പോൾ സംസാരിച്ചേ പറ്റൂ. ഇപ്പം നിങ്ങൾ സംസാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ആര് പറഞ്ഞാലും അതിനെ ഞാൻ അംഗീകരിക്കില്ല. ബിഗ് ബോസിന്റെ കാര്യത്തിൻ്റെ അത് നമ്മൾ സംസാരിക്കണം, എന്നാലേ നടക്കുകയുള്ളൂ. അപ്പം പിന്നെ ആരുടെ ഫാമിലിയാണ്? ജെഫ്രിയുടെ ഈ ബിഗ് ബോസിന്റെ അടുത്ത് പലർക്കും എന്താ പറയുന്നത്, ഒരേ ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാര്യം ജെഫ്രിയുടെ ഫാമിലി വന്നപ്പോൾ അവർക്കൊരു പ്രോപ്പറായിട്ടൊരു ഇത്തവണത്തെ ഫ്രീസ് ടാസ്ക് തന്നെ മര്യാദയ്ക്കെല്ലാം നടത്തിയെന്നും പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ട്. പക്ഷെ അത് വലിയ കുഴപ്പമൊന്നുമില്ല. കാര്യം എനിക്കിങ്ങനെ അവർ വരുന്നവരെ അങ്ങനെ അനങ്ങാതെ നിന്ന് പിന്നെ ഇമോഷൻസ് എല്ലാം കൊടുത്ത് അത് കാണാൻ നല്ലതായിരുന്നായിരിക്കും അല്ലേ. പക്ഷെ ഇതാണേലും കുഴപ്പമൊന്നുമില്ല. അവരുടെ ഫാമിലി എന്തായാലും കാണാനാണല്ലോ വരുന്നത്. ഇനിയിപ്പോൾ അതിനെ ഫ്രീസും നടത്തി ലൂപ്പും നടത്തി ഇത്രയും കാലം തുടർന്ന് വന്നൊരു സാധനമാണ്. അപ്പോൾ അത് ചെയ്യാതെ വന്നതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർക്കൊരു ഇത് തോന്നിക്കാണുമായിരിക്കും. എനിവേസ്, ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെഫ്രിയുടെ അമ്മയും അച്ഛനും വന്നപ്പോൾ അവർക്ക് കുറച്ച് സമയമേ കിട്ടിയുള്ളൂ. പെട്ടെന്ന് പോയതുപോലെ തോന്നി. പക്ഷെ വേറെ ചില ഫാമിലിക്കൊക്കെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജാക്വലിൻ്റെ ബോയ് ഫ്രണ്ട് വന്നാണെങ്കിൽ പുള്ളിക്കൊരു മറ്റേ വീട്ടുകാരുടെ കൂടെ പുള്ളീനെ കയറ്റി വിട്ടു. സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ട്സ് മാത്രം വരുന്ന ദിവസം പുള്ളീനെ വിട്ടില്ല. അപ്പം ഐ ഡോണ്ട് നോ, എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റ് ആണോ കിട്ടുന്നത് എന്നുള്ളത്. ബിഗ് ബോസിന്റെ അകത്ത് എല്ലാവരും സമന്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമന്ത എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയാം, പക്ഷേ സമമല്ല എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നത്. ചില കാര്യങ്ങളിലൊക്കെ ചില ആൾക്കാർക്കൊക്കെ ഒരു ഫേവറിസം നടക്കുന്നു, മറ്റു ചിലർക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്. ഈവൻ ഹോസ്റ്റിന് തന്നെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ട്. ബട്ട് അത് പുള്ളി പറയാൻ പാടില്ല, ബിക്കോസ് ഹീസ് എ ഹോസ്റ്റ്. പറയുവാണെങ്കിൽ നമ്മുടെ അടുത്ത് മാത്രം പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പറയാതിരിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് എന്നാലും ഓക്കെ. എനിവേസ്, പുള്ളിയുടെ ഫസ്റ്റ് പരിപാടിയാണല്ലോ, ഇനിയിപ്പം നെക്സ്റ്റിൽ വരുമ്പോഴത്തേക്ക് പുള്ളി ഇമ്പ്രൂവ് ആവുകയായിരിക്കും. അപ്പം പിന്നെ ഇഷ്ടപ്പെട്ട ഫാമിലി ആരുടെ ഫാമിലിയാണ്? ദീപകിൻ്റെ ഫാമിലിയുടെ നൈസായിരുന്നു. അവരാണ് ആദ്യം അകത്ത് പോയത്. നല്ല രസമുണ്ടായിരുന്നു ആ മൊമെൻ്റൊക്കെ.
അപ്പം നമുക്ക് ഈ ഒരാഴ്ച മൊത്തം ഉണ്ടല്ലോ, ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലേ ഇമോഷണൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഫാമിലി പടം കണ്ട പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കാര്യം അതിൻ്റെ അകത്ത് ഭാര്യ ഭർത്താവ് ബന്ധമുണ്ടായി, അച്ഛനമ്മ ബന്ധമുണ്ടായി, ആഹ് ഒരുപാട് നാൾ പിരിഞ്ഞിരുന്ന അച്ഛനുമായിട്ട് ഒന്നു ചേരുന്ന മകൻ, ആഹ് എന്താ പറയുന്നേ, അമ്മയെ ഏഹ് പ്രൗഢിയുടെ മകുടത്തിലെത്തിച്ച മകൻ, പിന്നെ ഒരു പ്രൊപ്പോസല്, കാതലികൾ ഒന്നു ചേരുന്ന ആ ഒരു തരുണം. അങ്ങനെ എല്ലാ തരം ഇമോഷൻസും ഉണ്ടായിരുന്ന ഒരു 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 കൊള്ളാവുന്ന ഒരാഴ്ച എന്നുള്ള രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൽ വേറൊരു ബോംഷെൽ ഓഫ് എ റിവീൽ എന്ന് പറയുന്നത് അരുണും മുത്തുക്കുമരനും പ്രാക്ടിക്കലി ചേട്ടനും അനിയനുമാണ് എന്ന് പറഞ്ഞത്. അവർ ബന്ധുക്കളാണ് എന്നുള്ളൊരു റിവിലേഷൻ. ഡിസ്റ്റന്റ് കസിൻസ് ആയിരിക്കാം മേ ബി. രണ്ട് അരുണിന്റെ അരുണിനും മുത്തുക്കുമരന്റെ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് അരുണിന്റെയും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇവരെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്കാളി പങ്കാളി എന്തോ ബന്ധമാണ്, ஒரே ஊரு அந்த மாரி. தாய் வீடு ஒண்ணு அப்படின்னுலாம் சொல்லுவோம் இல்லையா? அந்த மாரி ஏதோ ஒரு ரிலேஷன்ஷிப் இருக்கு. ஓகே. அருணுக்குமே அர்ச்சனா உள்ள வந்தாங்க. அர்ச்சனா வரும்போது ஃப்ரைடே இல்ல ஃபயர் டேன்னு எல்லாம் சொன்னாங்க. ஆனா நான் அப்பவே நெனச்சேன், அந்த மாரிலாம் நடக்க போறதில்ல. காரணம் அர்ச்சனா உள்ள வந்து அந்த மாரி கேள்வி கேட்டோ ஏதோ ஒண்ணு பண்ணாங்கன்னா, அது வந்து அருண் மேல இருக்கிற அந்த ஃபோக்கஸ் வந்து டைவர்ட் ஆயிடும். ஸோ, அங்க அவங்க அப்படி பண்ண மாட்டாங்க. அவங்க கொஞ்சம் யோசிச்சா அவங்க அப்படி பண்ண மாட்டாங்கன்னு நான் நெனச்சேன். அந்த மாரி தான் அவங்களும் பண்ணாங்க. உள்ள வந்து அருணோட டைம் ஸ்பெண்ட் பண்ணி, அது ரிலேஷன்ஷிப் பார்க்குறதுக்கு நல்லா தான் இருந்துச்சு. அப்பவும் ஜெஃப்ரி பாடுனாங்க. அவங்க 2 பேருமே அர்ச்சனாவும், ஜெஃப்ரியும் பாடும்போது, அந்த பாட்டு தான் அவன் போகும்போதும் பாடுனான். ரொம்ப ரொம்ப நல்லா இருந்துச்சு. நல்ல ஒரு ஒரு ஃபீல் இருந்துச்சு அவனோட வாய்ஸ். ஸோ, அவங்க அர்ச்சனாவும் அருண் ரிலேஷன்ஷிப்புக்கு அவங்க அப்பா பச்சை கொடி காட்டிட்டாங்க. ஸோ, யா நைஸ். நல்லாயிருக்கும். அவங்களோட திருமண வாழ்க்கைக்கு என் சார்பாக ஆல் தி பெஸ்ட். அப்படி ரொம்ப நல்லா நல்லா அப்புறம் மஞ்சரியோட பையன் வந்து மஞ்சரி கேட்குறாங்க, டெவில் டாஸ்கில் அம்மாவை பார்த்து பயந்தியான்னு கேட்கும்போது அந்த பையன் வந்து இல்லை, ஏன்னா நீ என் அம்மா அப்படின்னு சொல்லும்போது ஒரு அம்மா பையன் அந்த பாசமும் இருந்துச்சு. அதுவும் பார்க்குறதுக்கு ரொம்ப நல்லா இருந்துச்சு. மஞ்சரியோட சிஸ்டர் வந்து அருண் கிட்ட கேட்குறாங்க, அந்த பொம்மை டாஸ்கில் வந்து மஞ்சரியோட பொம்மையை கழுத்தை திருப்பி விட்டுறலாமா அப்படின்னு நீங்கள் சொன்னது ரொம்ப ஹர்ட் ஆச்சுன்னு. அது அருண் வந்து நான் அது ஜோக்காக தான் சொன்னேன், அது இந்த மாதிரி அந்த விஷயத்த நான் அக்செப்ட் பண்ண மாட்டேன் அப்படின்னு. ஆனால் அந்த ப்ரொஜெக்டுன்னு சொன்ன வார்த்தையை பற்றி மஞ்சரியோட அம்மா கேட்கும்போது அதை அவர் அக்செப்ட் பண்ணார். ஆனா, அவங்க சிஸ்டர் அந்த விஷயத்த கேட்டதுக்கு பதிலா, இன்னொரு விஷயத்த கேட்டிருக்கலாம்னு நான் நெனச்சேன். என்னன்னா, அந்த கிச்சன் சண்டை வரும்போது அருண் ஒரு வார்த்தை விட்டிருப்பாரு. இப்ப பஸ்ல போம்போது, "மஞ்சரி ஏன்டா இப்படி இருக்காங்க? ரொம்ப கொடுமை." இந்த மாரியெல்லாம் வார்த்தைகள் விட்டாரு அவரு. ஏதோ அவங்க வந்து ஒரே பஸ்ல இருந்தா, நான் அந்த பஸ்ஸ விட்டு இறங்கி நடந்து போவேன்னுலாம் சொன்னாரு. அந்த மேட்டர கேட்டிருக்கலாம். அது வந்து அவரு வந்து காமெடியா சொன்னதில்ல. பியூர் வன்மம், அந்த ஆங்கர்ல சொன்ன ஒரு விஷயம். அத பத்தி வேணா கேட்டிருக்கலாம். ஆனா இந்த மேட்டர் வந்து சும்மா ஏதோ சொன்ன மாரி தான் இருந்துச்சு. ஆனாலும் அவங்க அத கேட்டாங்க. ஆனா அந்த விஷயத்தையும் அருணோட அப்பா வந்தபோது கேட்குறாங்க. அது மஞ்சரிய கேட்குற மாதிரி முத்துவுக்கு 2 கொட்டு கொட்டிட்டு போனாரு. அ முத்து முத்து வந்து அ அவனை ஏதாவது பண்ணிடுவேனோ, அ அந்த மாரி ஒரு ஒரு வார்த்தை விட்டாரு. அவன் ரொம்ப டார்ச்சர் பண்றான். பேசாம நான் ஏதாவது செஞ்சுடுமோன்னு பயமா இருக்கு. அந்த மாரி அவரு சொன்னாரு. அது வந்து கொடுமையின் உச்சம் அந்த மாரி அருணோட அப்பா சொன்னாரு. ஆனா அது கொடுமையோட உச்சம் இல்ல. உங்க பையன் நெறைய வாட்டி நெறைய கொடுமையின் உச்சம் பண்ணியிருக்காரு.
நீ டபக்கு டப்பா உன்னால பேச மட்டும்தான் முடியும் பபா பபா பாபா பாபான்னு எல்லாம் சொல்லிட்டு இருந்தாரு. இதுல காமெடி என்னன்னா, அவரு முத்துக்கு சொன்ன டபக்கு டப்பா அவருக்கே அப்புறம் பேரா வந்துச்சு. பாசப்பிணைப்பு பிபின்னு தான் உள்ள எல்லாரும் கூப்பிடுவாங்க. ஆனா வெளில வந்து டபக்கு டப்பான்னு ஒரு பேரே வந்துச்சு. ஸோ அது அது வந்து முத்தோட அப்பா வந்து கேட்டிருப்பாரு. முரண்பாடு கேட்கும்போது, நீங்க அவன டபக்கு டப்பா வெறும் பேச்சு திறமை அந்த பேச்சு திறமை இருக்கிறதுனால தான் அவன் பிக் பாஸ்க்குள்ள வந்திருக்கான் இல்லையா? அதுவே அவனோட வாழ்வாதாரத்த உயர்த்தியிருக்காங்கன்னு சொல்லும்போது, அது ஒண்ணும் தவறான விஷயம் கிடையாது. அதுவும் அருண் அத பத்தி சொல்லியிருக்கவே கூடாது. ஏன்னா, அவரோட அப்பா வந்து மேடை பேச்சாளர் தான். ஸோ, அந்த பேச்சு திறமை இருக்கிறதுனால தான் உங்க அப்பாவும் அந்த அடையாளத்த உருவாக்கினவரு இல்லையா? ஸோ, அப்படி இருக்கிற ஒரு ஆளுக்கு புள்ளையா இருந்து நீங்க எப்படி பேச்சு திறமைய பத்தி கேட்பீங்க? அவரும் அப்பா வரும்போது சொல்றாரு, அவரும் மேடை பேச்சாளர் தான். அவரும் பேசியிருக்காரு. நல்லா பேசுவாருன்னு எல்லாம். உங்க அப்பாவே அந்த மாரி நல்லா பேசும்போது, அவர நீங்க போய் டபக்கு டப்பா பாபா பாபான்னு சொல்லுவீங்களா? இல்லல்ல. அது அப்ப வந்து பேச்சு திறமை நல்ல விஷயம் இல்லையா? ஸோ, அதே பேச்சு திறமை தான் உங்க முத்துவுக்கு இருக்கா? உன் தம்பிக்கும் இருக்கா? அப்ப நீ உன் தம்பிய பத்தி அந்த மாரி சொல்லியிருக்கலாமா? சொல்லியிருக்க கூடாது. அருணோட முதல்ல வந்த ஃபேமிலி எல்லாமே முரண்பாடு வந்து அருணோட கூட தான் சொல்லியிருக்காங்க. அப்போ அருண் வந்து ரொம்ப டவுன் ஆயிடுச்சு. பேசாம என் பேரே முரண்பாடு அருண் அப்படின்னு மாத்திடலாமான்னு அவர் ஜோக்கெல்லாம் பண்ணாரு. இந்த விஷயத்துல முரண்பாடு நீங்க தான். ஏன்னா நான் சொன்ன மாரி உங்க அப்பாவே மேடை பேச்சாளர். அ பே பேச்சு திறமை இருக்கிற ஒரு ஆளு. அப்ப அந்த பேச்சு திறமைய நீங்க கொச்சப்படுத்துற மாரி எனக்கு இப்ப ஃபீல் ஆகுது. நான் அந்த பாயிண்ட்ட வந்து அப்ப யோசிக்கல. ஆனா இப்ப உங்க கூட பேசும்போது அந்த பாயிண்ட் திடீர்னு என் மண்டைக்குள்ள வந்துருச்சு. வேடிக்கையா இருக்குல்ல? அதான் வாழ்க்கை. அ ஸோ இந்த வாரம் இதெல்லாம் தான் நடந்துருச்சு. அப்புறம் என்ன பெருசா அந்த மாரி பேசுறதுக்கு ஒண்ணும் இல்ல. அ எல்லாரோட ஃபேமிலி வந்து போனாங்க. அப்புறம் நம்ம ரயனோட ஃபேமிலி உள்ள வந்து டாஸ்க் பீஸ்ட்ன்னு அவங்க சிஸ்டர் வந்து ടാസ്ക് ബീസ്റ്റോ ഇതൊക്കെ എപ്പോ നടന്നു? ഓക്കെ അവൻ ടാസ്കിലൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്തോ ഒരു ഇതായി. പക്ഷെ ആരും അവന് ടാസ്ക് ബീസ്റ്റ് എന്ന് പറഞ്ഞ് പേരൊക്കെ ഇട്ടതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കത് കേട്ടപ്പോഴേ ചിരി വന്നു. ടാസ്ക് ബീസ്റ്റോ എന്താണ് ഇത്? ചില ഫാമിലികളുടെയൊക്കെ വന്നിട്ടുള്ള മുരൺപാടുകളൊക്കെ അത് തന്നെ നമുക്ക് അവരോട് മുരൺപാട് തോന്നുന്ന രീതിയിലുള്ളതായിരുന്നു. ഇപ്പൊ അരുണിന്റെ അച്ഛന്റെ മുരൺപാടാണെങ്കിലും പിന്നെ ആരുടെ മുരൺപാടാ? വേറെ ഇതുപോലെ ഏതാണ്ട് ആരണ്ട് വന്ന് പറഞ്ഞായിരുന്നു. ഉം. അതൊക്കെ ഈ പറഞ്ഞ പോലെ വിശാലിന്റെ അച്ഛൻ വന്നിട്ട് അരുണിന്റെ അടുത്ത് ചോദിക്കുന്നു. നിങ്ങള് തമ്മിൽ അടിയുണ്ടാക്കി എന്തിനാ? നീ ഫ്രണ്ടാന്ന് പറഞ്ഞല്ലേ നടക്കുന്നേ? അതെന്തായിരിക്കും? അത് നിനക്ക് പുറത്ത് പിന്നാടി എന്താ പറഞ്ഞത് പുറത്ത് വരുമ്പോ നിനക്ക് മനസ്സിലാവൂന്ന് പറഞ്ഞോണ്ട് പുള്ളി പറഞ്ഞു. അപ്പൊ അതൊരു ഒരു ബിഗ് ബോസ് നരേറ്റീവ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അന്നേരം വന്നായിരുന്നു. അതായത് വരുന്ന ഫാമിലികളൊക്കെ ആദ്യമേ അരുണിനെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊരു എന്താ പറയുന്നേ ഉം, ഒരു അതായത് തുടക്കത്തിലെ വരുമ്പോ എല്ലാരും കൂടെ അരുണിനെ കോർണർ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാക്കി. പക്ഷെ ലാസ്റ്റ് വന്ന് ഫാമിലികളൊക്കെ അരുണിനാണ് ഇഷ്ടം, അരുൺ ഫേവറേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. റാണവിന്റെ ഫാമിലിയൊക്കെ വന്നപ്പോഴത്തേക്ക് റാണവിന്റെ അച്ഛൻ പറഞ്ഞത് അരുൺ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. കാര്യം റാണവിന് ഇഞ്ചുറി ആയി കിടന്ന സമയത്ത് അരുണാണല്ലോ പൊക്കി എടുത്തോണ്ട് പോയത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതില് അപ്പം അതൊരു ഒരു നരേറ്റീവ് സെറ്റ് ചെയ്തതാണോ എന്നുള്ള രീതിയിലൊരു അഭിപ്രായമൊക്കെ അന്നേരം ഉണ്ടായിരുന്നു. കാര്യം ചിലരുടെ മുരൺപാടുകളൊക്കെ അതുപോലെയായിരുന്നു. ഇപ്പൊ വിശാലിന്റെ അച്ഛന്റെ അവര് തമ്മിൽ ആകപ്പാടെ ഒരു തവണ ഈ വീട്ടിൽ ഇതുപോലെ ഒരു മേജർ ആയിട്ടുള്ള ഒരു അടി ഉണ്ടായുള്ളൂ. അത് അടി ഉണ്ടായി 5 സെക്കൻഡ് കഴിഞ്ഞപ്പോ തന്നെ അവര് കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ച് പോയി. പിന്നെ എന്തിനാണ് അത് വന്നിട്ട് ചോദിക്കുന്നത്? അപ്പൊ അതൊരു ഉം, എന്തോ ഉണ്ടാക്കി പറഞ്ഞ പോലത്തെ ഒരു ഒരു മുരൺപാടായിരുന്നു. അത് പുള്ളി പറഞ്ഞത് അത് നിനക്ക് പുറത്തിറങ്ങുമ്പോ മനസ്സിലാവും. എന്ന് പുറത്തിറങ്ങുമ്പോ എന്ത് മനസ്സിലാവും? അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ടീം പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് ആ ഒരു രീതിയിൽ. അപ്പം ഉം, റയന്റെ ഫാമിലി വന്നു പോയി കഴിഞ്ഞിട്ട് റയന് തന്നെ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയി. ടാസ്ക് ബീസ്റ്റ് എന്ന് വേറെ പറഞ്ഞു. പിന്നെ ജാക്വലിനെയും സൗന്ദര്യനെയും ഒന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ആകെപ്പാടെ പുള്ളിയും കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു അവസ്ഥയിലായിരുന്നു. ഉം.
അപ്പം നല്ലത് ചെയ്യാൻ വന്നിട്ട് കൂടുതൽ ഡാമേജ് ചെയ്ത് വിട്ടു പോയ പോലെയാണ്. എന്താണ് ഇനിയിപ്പോ അതിൽ നിന്നൊക്കെ റയൻ റിക്കവർ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആരായിരിക്കും ടിക്കറ്റ് ഫിനാലെ എടുക്കുക എന്നുള്ള ഇതില് അപ്പൊ ആദ്യമേ തന്നെ പോളിന്റെ അകത്ത് വോട്ട് ചെയ്ത് അനിശ്ചിതയായിരിക്കും പുറത്തു പോവുക എന്ന് പറഞ്ഞ ആൾക്കാർക്ക് കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ അൻഷിതയും ജെഫ്രിയാണ് പോയിരിക്കുന്നത്. അപ്പം അൻഷിതയ്ക്ക് 38%, ജെഫ്രിക്ക് 31%മാണ് വോട്ട് ചെയ്തിരുന്നത്. അപ്പം അവർ രണ്ടുപേരുമാണ് വിന്നേഴ്സ്. മഞ്ജരിക്ക് 41% ആൾക്കാർ വോട്ട് ചെയ്തു, പക്ഷെ മഞ്ജരി പോയില്ല. ബട്ട് ഈ ആഴ്ചത്തെ കാര്യം എന്താണെന്നറിയില്ല. ഈ ആഴ്ചത്തെ നോമിനേഷൻസിൽ മുത്തുക്കുമരന് സൗന്ദര്യ ഒഴികെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം ഇത്തവണ ഇത്തിരി ടഫായിരിക്കും. ആരായിരിക്കും പോകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. മേ ബി വിജയ് വിശാൽ, അല്ലെങ്കിൽ പിന്നെ ആരാ പോകുന്നേ? വിശാല് പോവായിരിക്കും. ദീപക്കിനും മഞ്ജരിക്കൊന്നും വോട്ട് കുറവാണ്. ഇനിയിപ്പം മേ ബി മുത്തുക്കുമരൻ ഇല്ലാത്തത് കൊണ്ട് മുത്തുവിന്റെ ഫാൻസ് എല്ലാം കൂടെ മഞ്ജരി, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് മഞ്ജരി രക്ഷപ്പെട്ടത്. ഇത്തവണ അങ്ങനെ ചെയ്യുവാണ്. പക്ഷെ ഇത്തവണ അങ്ങനെ ചെയ്യണ്ടെന്ന് മുത്തുവിന്റെ ഫാൻസ് തന്നെ അവര് പറയുന്നുണ്ട്. നമ്മൾ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കരുത്, നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാവുള്ളൂ, അവര് നോമിനേഷനിലില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ട് കണ്ടവന് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് കണ്ടവനെയൊക്കെ എടുത്തോണ്ട് ഫിനാലയിലോട്ടൊക്കെ വരുന്നത്, നമ്മുടെ ആൾക്കാർക്ക് മാത്രം വോട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മഞ്ജരി ചിലപ്പോൾ പുറത്തു പോവായിരിക്കും, അല്ലെങ്കിൽ ദീപക്, അറിഞ്ഞൂടാ. റാണമൊക്കെ കയറി വരാനുള്ള സാധ്യതകളാണുള്ളത്. അപ്പം ഞാൻ വേറൊരു പോൾ ഇട്ടായിരുന്നു. ഇനിയിപ്പം മറ്റേ നോമിനേഷൻസിൻ്റെ ഒന്നും വേണമെങ്കിൽ ഇടാം. ടിക്കറ്റ് ഫിനാലെ ആര് എടുക്കുമെന്നുള്ള രീതിയിൽ. അപ്പം അതിൽ ആരായാൽ എന്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇട്ടായിരുന്നു. 73% പേര് അതിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ നോമിനേഷൻസിൻ്റെ അകത്തൊക്കെ ഇപ്പം 2 പേരൊക്കെ 4 ഇത് വെച്ചിട്ടേ ഇടാൻ പറ്റത്തുള്ളൂ പോളിൻ്റെ അകത്ത്. അപ്പം 2 പേര് ഇത് വരുമ്പോൾ സാധാരണ 2 പേരുടെ ഇത് മാത്രമല്ല അങ്ങനെ ഇടാറുള്ളൂ. അതുപോലെയാണ് റാണാവിൻ്റെയും വിശാലിൻ്റെ ഇട്ടത്. പക്ഷേ ഇങ്ങനത്തെ തഗ് ലൈഫ് ആയിട്ടുള്ള ഓപ്ഷൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇടേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഇട്ടതാ, ആരായാലും എന്ത് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ അതിന് പോയി വോട്ട് ചെയ്തു. അപ്പൊ ഇനി തൊട്ട് നോമിനേഷൻസിന്റെ അകത്തൊക്കെ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇടുന്നു, ഇട്ട് നോക്കാല്ലേ. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ അതൊക്കെ പോയി വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു രസമുണ്ട്. അപ്പൊ എന്താണേലും മുത്തുക്കുമരന് 54% ആൾക്കാർ പറയുന്നു ടിക്കറ്റ് ഫിനാലെ എടുക്കുമെന്നുള്ള രീതിയിൽ. അരുണിന് 23%, റയാന് 23%, സൗന്ദര്യക്ക് 36%, പവിത്രയ്ക്ക് 14, മഞ്ജരിക്ക് 23, ജാക്വലിൻ 27, പിന്നെ വിശാലിന് 18%. റാണവിനാരും ചെയ്തിട്ടില്ല, കാര്യം റാണവിൻ്റെ കൈ ഇതായിട്ടിരിക്കുവാണല്ലോ. അപ്പം ടിക്കറ്റ് ഫിനാലെ ടാസ്ക് തന്നെ എങ്ങനെയായിരിക്കും, പുള്ളിക്ക് കളിക്കാൻ പറ്റുന്ന രീതി മോഡിഫൈ ചെയ്യുവോ, അതോ കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുന്നത്, കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് തന്നെ 2 പേരെ നിങ്ങൾക്ക് ടിക്കറ്റ് ഫിനാലെ കളിക്കാൻ വിടാതെ ഇരിക്കാം, പുറത്തിരുത്താം എന്നുള്ള രീതിയിൽ അവർക്കൊരു ഓപ്ഷൻ കൊടുത്തായിരുന്നു. അങ്ങനെ മെജോറിറ്റി അടിസ്ഥാനത്തിൽ 2 പേരെ പുറത്ത് ഇരുത്താം. അങ്ങനെ പുറത്തിരുത്തുന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ചിലപ്പം ആൾക്കാർ റാണവിനെ പുറത്തിരുത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെ ബിഗ് ബോസ് തന്നെ പുറത്തിരുത്താനുള്ള സാധ്യതയുണ്ട്, കൈ ശരിയായിട്ടില്ല എന്നുള്ളത് കൊണ്ട്. കാര്യം അവർക്കും അപ്പം അവനനുസരിച്ച് മോഡിഫൈ ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റേ സിംഗപ്പെണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് 4th സീസണിൽ കൊടുത്ത പോലെ മറ്റേ കയറ് ചാക്ക് മണൽ നിറച്ച് കെട്ടിത്തൂക്കി വലിച്ചു പിടിക്കുക, അങ്ങനത്തെ സാധനമൊന്നും എൻഡ്യൂറൻസ് ടെസ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. സോ അതൊന്നും അറിയണം. എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ ആര് വിജയിക്കുമെന്ന്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ഒരു പിടുത്തമില്ല. മുത്തുക്കുമരൻ ടിക്കറ്റ് ഫിനാലെ എടുക്കുവാണെങ്കിൽ അത് ഒരർത്ഥത്തിലൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാര്യം ടിക്കറ്റ് ഫിനാലെ കിട്ടുമ്പോഴത്തേക്കും നേരെ ആ ഒരു ഫിനാലെ വീക്ക് വരെ പോകുമല്ലോ. അപ്പം നോമിനേഷൻസിൽ നിന്നൊക്കെ രക്ഷപ്പെടുമല്ലോ. നോമിനേഷൻസിൽ വന്നാലേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് വോട്ട് കിട്ടി അങ്ങനെ പോകും. പിന്നെ പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ല ടിക്കറ്റ് ഫിനാലയുടെ, കാരണം അല്ലാണ്ട് തന്നെ ആൾക്കാർ വോട്ട് ചെയ്ത് ഫിനാലയിലോട്ട് ടൈറ്റിൽ വിന്നർ എന്നൊക്കെ ഇപ്പോഴേ പറയുന്നുണ്ട്. അപ്പം എന്താണേലും പുള്ളിക്ക് അതിൻ്റെ ഒരു ആവശ്യം വരത്തില്ല.
സൗന്ദര്യക്കും സൗന്ദര്യക്കും സത്യം പറഞ്ഞാൽ വേണ്ടി വരില്ല. കാര്യം സൗന്ദര്യക്കും വോട്ട് ചെയ്ത് തന്നെ ആൾക്കാരെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത് റയാനാണ്. കാര്യം പുള്ളിക്ക് അത് കിട്ടിയില്ലെങ്കിൽ നോമിനേഷനിൽ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പം എലിമിനേറ്റ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. ഓ, അപ്പോൾ വിശാലും റയാനും ഡേഞ്ചർ സോണിലാണെന്ന് വേണമെങ്കിൽ പറയാം. മഞ്ചരി മഞ്ചരി പക്ഷെ പറയാൻ പറ്റത്തില്ല. കാര്യം മുത്തുക്കുമറിന്റെ ആൾക്കാർ ചിലപ്പോൾ വോട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. ജാക്വലിൻ എന്താണേലും പോവില്ല. കാര്യം 13 ആഴ്ചകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നോമിനേഷൻസിൽ വരുന്നതുകൊണ്ട് എന്താണേലും പോകത്തില്ല. പിന്നെ പവിത്ര ചിലപ്പോൾ പോകാനുള്ള സാധ്യതകളുണ്ട്. പവിത്രൻ ചിലപ്പം പറയാൻ പറ്റില്ല. ടിക്കറ്റ് ഫിനാലെ ചിലപ്പോൾ കൊണ്ടുപോകും. കാര്യം പുള്ളിക്കാരി ടാസ്കിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാറുള്ളത് കൊണ്ട് തന്നെ, ടഫായിട്ട് കൊടുക്കാറുള്ളത് കൊണ്ട് തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എനിക്കും അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ട്, ആരായിരിക്കും ടിക്കറ്റ് ഫിനാലെ എടുക്കുന്നതെന്നുള്ളത്. ഇൻട്രസ്റ്റിംഗ്. അരുണും എടുക്കാം. അരുണും ഇങ്ങനത്തെ ബൊമ്മ ടാസ്കിലൊക്കെ അരുൺ നന്നായിട്ട് ചെയ്തായിരുന്നു. സോ പോസിബിലിറ്റീസ് ഉണ്ട്. ദീപക് ഇനിയിപ്പം ഇറങ്ങി അടിക്കാം. നമ്മുടെ ഗൗതം മേനോൻ പറയുന്ന പോലെ இறங்கி அடிக்கலான்னு தோணுச்சு. அந்த மாதிரி இறங்கி அடிச்சாருன்னு தீபக்கும் மேபி வர்றதுக்கு வாய்ப்பு இருக்கு. எல்லாருக்குமே ஒரு பாசிபிலிட்டி இருக்கு. எல்லாருக்குமே ஏன்னா விஜேஸ் வேற நல்லா விளையாடுங்க, விட்டு கொடுத்தெல்லாம் விளையாடாதீங்க, ஃபயரா இருக்கணும்னு எல்லாம் சொல்லிட்டு போயிட்டாரு. ஸோ ஃபயரா இருக்குமா, வைல்டு ஃபயரா இருக்குமா, നമ്മുടെ പുഷ്പരാജ് சொன்ன மாதிரி വൈൽഡ് ഫയറാ இருக்குമാന്ന് பார்க்கலாம். ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയൊരു കാര്യം വിട്ടുപോയി. നിങ്ങൾക്ക് ഹാപ്പി ക്രിസ്മസ് നേരാനായിട്ട് മറന്നുപോയി. എപ്പിസോഡൊക്കെ ചെയ്ത് റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓർത്തത്, അയ്യോ ഹാപ്പി ക്രിസ്മസ് പറയാൻ വിട്ടുപോയല്ലോ എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് ഇത്തവണ എല്ലാവർക്കും എൻ്റെ വക ന്യൂ ഇയർ ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. ഇനി ഹാപ്പി ന്യൂ ഇയറിൻ്റെ അന്ന് വീഡിയോ ഒന്നും വരത്തില്ലല്ലോ നമ്മുടെ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പിന്നെന്താ, എന്തൊക്കെ ആയിരിക്കും, ആരായിരിക്കും ഫിനാലെ ടോപ്പ് 5 വരിക എന്നുള്ള രീതിയിൽ, ആരായിരിക്കും വിന്നർ എന്നുള്ളതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിനൊക്കെ ഒരു പോൾ ഇടണം. ഇനിയിപ്പം വരുന്ന ആഴ്ചകളിലേക്ക് ഇടാന്നുള്ള രീതിയിലാണ്. നോമിനേഷൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കതൊക്കെ ഇടാം. ആരായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വിന്നർ, ആരായിരിക്കും ടൈറ്റിൽ വിന്നറും റണ്ണറപ്പും, ടോപ്പ് 5 ആരൊക്കെ വരും എന്നുള്ളത്. ഞാൻ എൻ്റെ ടോപ്പ് 5 നേരത്തെ പറഞ്ഞ മഞ്ചരി, മുത്തുക്കുമരൻ, ദീപക്, മഞ്ചരി, ജാക്വലിൻ, സൗന്ദര്യ അല്ലെങ്കിൽ അരുൺ, ഇവർ രണ്ട്. ഈ അഞ്ചാമത്തെ ആള് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. മേ ബി ദീപക്, ഇത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ മുത്തുക്കുമരൻ, ജാക്വലിൻ, സൗന്ദര്യ, അരുൺ, പിന്നെ അപ്പൊ അഞ്ചാമത്തെ ആളില് ദീപക്കോ മഞ്ജരി, ഇവർ രണ്ടുപേര്. റാണവ് വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, പറയാൻ പറ്റത്തില്ല. റാണവ് ഭയങ്കര ജെന്യുവിൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കൊണ്ട് വോട്ടിട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ സീസണിലാന്ന് തോന്നുന്നു പി ആറിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക. മറ്റ് സീസണുകളിലൊന്നും ഈ ഒരു കാര്യം വന്നിട്ട്, പി ആർ വെക്കുന്നത് ഒന്നും തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളെ പോർഷൻസ് ഒക്കെ എല്ലാവരും അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ടായിരിക്കും വരുന്നത്. മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ പോർഷൻസ് മാത്രം എടുത്ത് ഷോർട്സ് ആയിട്ട് ഇടാനും അവരെ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അത് ഒരു തെറ്റായ വിഷയമല്ല. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ആവശ്യമായിട്ട് വരും. പക്ഷേ വോട്ടിങ്ങിൻ്റെ അകത്ത് ബോട്ട്സിനെ വെച്ചിട്ട്, പെയ്ഡ് ബോട്ട്സിനെ വെച്ചിട്ട് വോട്ട് ചെയ്യുക, കോൾ സെൻറ്റർ വഴിയുള്ള വോട്ടുകൾ, അതൊക്കെ വരുമ്പോഴത്തേക്കാണ് പ്രശ്നം വരുന്നത്. അപ്പം അത് ഈ ഗെയിമിൻ്റെ ഒരു ജെനുവിനിറ്റീനെ തന്നെ ബാധിക്കും. മക്കൾ തീർപ്പ് മകേഷൻ തീർപ്പ് എന്നാണല്ലോ പറയാറ്. അപ്പം മക്കൾ തീർപ്പ് അത് പറഞ്ഞപ്പോഴേ റയാൻ്റെ ശരിക്കുള്ള പേര് മകേഷ് എന്നാണെന്ന് ഈയിടെ ആരണ്ട് പറഞ്ഞിരുന്നു. മകേഷ്. പക്ഷെ അവനൊരു റയാൻ ലുക്കുണ്ട്. അപ്പം റയാൻ കൊള്ളാം, ആ പേരാണ് നല്ലത് മകേഷിനേക്കാൾ എന്താണേലും. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ബിഗ് ബോസിൻ്റെ അകത്തേ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഇവർക്ക് തമിഴ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, തമിഴിലായിരിക്കും നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ളത് ഫുള്ള് തെലുങ്കും കന്നഡയും ആൾക്കാരൊക്കെയാണ്. തെലുങ്ക് ഉണ്ട്, കന്നഡയുണ്ട്, മലയാളി ഉണ്ടായിരുന്നു, ആസാമീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് തമിഴനായിട്ട് ആരും ഇല്ലേ? അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. തമിഴ് പേച്ച് എങ്കൽ മൂച്ച് എന്ന് വന്ന അതിൽ നിന്ന് വന്ന മുത്തുവും മഞ്ചരിയും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു തമിഴായിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഇപ്പൊ വിശാലും എന്തോ തെലുങ്കോ
കന്നഡയോ അങ്ങനെന്തോ ആണെന്നാ തോന്നുന്നത്. ജാക്വലിൻ ഇതുപോലെ വേറെന്തോ ആണ്. തെലുങ്ക് എന്താണ്ടാ പറഞ്ഞെന്ന് തോന്നുന്നു. ആഹ് റയാന്റേത് തെലുങ്കാണ്. ജാക്വലിന്റെ എന്തായിരുന്നു? തെലുങ്കാണോ കന്നഡയാണോ എന്ന് മറന്നുപോയി. സൗന്ദര്യയുടെയും വേറെന്തോ ആണ്. പിന്നെ ആരാ ഉള്ളേ? അരുണിന്റെ തമിഴായിരുന്നു. അരുൺ തമിഴായിരിക്കും. പിന്നെ ആരാ ഉള്ളേ? ജെഫറിയുടേത് ഒബിയസ്ലി തമിഴാണ്. പിന്നെ ആര്? ബാക്കി എല്ലാരും എന്തോ ഞാൻ എന്നാലും ഞെട്ടിപ്പോയി. ഇതെന്തോന്നടേ ഇത്? തമിഴ് ബിഗ് ബോസ് എന്ന് പേര് ഇട്ടിട്ട് പക്ഷെ അവരെല്ലാം തമിഴാണല്ലോ സംസാരിക്കുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓൾ റൈറ്റ്. നമുക്കങ്ങനൊന്നുമില്ല. തമിഴാണേലും തെലുങ്കാണേലും നന്നായിട്ട് ഗെയിം കളിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നി. തമിഴ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് തമിഴ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ശരിക്കും വേറെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ്. വേറെ ഒറിജിൻസ് ആണ് അവർക്ക്. നൈസ്. അൻഷിതയുടെ ഫാമിലിയും കൊള്ളായിരുന്നു കേട്ടോ. അൻഷിതയുടെ ബ്രദറൊക്കെ പോയിട്ട് ഏഹ്, സ- അമരന്റെ അകത്ത് സായി പല്ലവി ഇതുപോലെ സംസാരിക്കേണ്ടതായിരുന്നു. പക്ഷെ ചെയ്തില്ല. ബട്ട് എനിവേസ് പുള്ളി പോയിട്ട് സൗന്ദര്യനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ദീപക്കിന്റെ മകൻ സൗന്ദര്യനെ അനുകരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും 1 hour എപ്പിസോഡിൽ വന്നില്ല. അതൊക്കെ കുറച്ച് കട്ടായി. അതാ ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചില ഫാമിലികളുടെയൊക്കെ കുറച്ചേറെ ഇത് കൊടുത്തു. ചിലതൊക്കെ കട്ട് ചെയ്തു. ദീപകിന്റെ വൈഫ് മേ ബി അടുത്ത സീസണിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നല്ല പോസിബിലിറ്റീസ് ഉണ്ട്. വിശാലിന്റെ അച്ഛൻ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിരുന്നേ പൊളിച്ചേനെ എന്ന് അതിന്റെ അകത്തുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു. വേറെ ലെവലായിരുന്നു. അരുണിന്റെ അച്ഛൻ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ കിടിലമായത്. ബട്ട് അവരൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഈ പുള്ളിക്കാരി വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ദീപകിന്റെ വൈഫ് അത് അവരുടെ മകനും പറഞ്ഞു. അടുത്ത സീസൺ കണ്ടസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ശിവരഞ്ജിനി എന്ന പുള്ളിക്കാരിയുടെ പേര്. അവരുടെ ഫാമിലി നല്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആരാണ് വരാനുള്ള സാധ്യത? മറ്റേ പുള്ളിക്കാരി വരുമായിരിക്കും. പവിത്രയുടെ ഫ്രണ്ട് ശ്യാമന്തേവ്. ആ പുള്ളിക്കാരി വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് വേറൊരു കാര്യം തോന്നി. ഈയിടെയായിട്ടുണ്ടല്ലോ മഞ്ജരിയുടെ ആറ്റിറ്റ്യൂഡിൽ എന്തോ ഒരു ഒരു ഇഷ്യൂസ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചങ്ങോട്ട് എന്തോ ഒരു ചേഞ്ച് വന്ന പോലെ. കാര്യം അത് പുള്ളിക്കാരി ഈ ക്രിറ്റിസിസം ചോദിക്കുമ്പോൾ വിജയ് സേതുപതിയാണേലും വീക്കെൻഡിൽ വന്നിട്ട് ഒന്നും പറയാനില്ല, നല്ലതാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ബട്ട് ഇതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാമായിരുന്നു. നമുക്ക് പോസിറ്റീവ്സ് മാത്രം കിട്ടുമ്പോഴത്തേക്ക് കുറച്ചൊരു ഇത് വരാനുള്ള സാധ്യതയുണ്ട്. മുത്തുക്കുമരൻ അങ്ങനെ ഒരു ഇത് വന്നായിരുന്നു ഒരിടയ്ക്ക്. അതൊരു അടി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി. അതുപോലെ മഞ്ജരിക്കും ചെറിയൊരു ഡോസിന്റെ സമയമായോ എന്നൊരു തോന്നൽ. കാര്യം പവിത്രയുടെ ഒക്കെ ഇതില് എന്താ പറയുന്നത്, ചെറിയായിട്ടൊരു ചെറിയ ആറ്റിറ്റ്യൂഡിന്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടോ എനിക്ക് തോന്നുന്നു. പവിത്രയുടെ ഇതില് അതിലൊരു വാസ്തവം ഉണ്ട്. കാര്യം ഞാൻ അങ്ങനെ മുട്ട ഇങ്ങനെ ഇട്ട് പൊട്ടിച്ചിട്ട് വായിലിട്ടോണ്ടിരുന്നോണ്ടാണ് പവിത്രയ്ക്ക് അങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റിയത് എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് നീ അങ്ങനെ ഏറ്റെടുക്കണ്ട എന്നാണ് ശ്യാമന്ത വന്നപ്പോ പറഞ്ഞത്. അത് പവിത്ര തന്നെ, പവിത്ര ഫ്ലവർ അല്ലട ഫയർ ആട്ട എന്ന് പറഞ്ഞ പോലെ ഇത് പറഞ്ഞു. പക്ഷെ അങ്ങനെ അതൊരു ചെറിയ വാസ്തവം ഇല്ലേ? പുള്ളിക്കാരി ഇപ്പൊ വിട്ടിട്ട് പോവായിരുന്നെ പവിത്രനെ ആ ടാസ്കിൽ കാണാൻ പോലും ഉണ്ടാവില്ലായിരുന്നു. ആരൊന്നും അങ്ങനെ ഒന്നും നോക്കാതിരിക്കുകയാണെങ്കിൽ. എന്നാലും പവിത്ര ഫൈറ്റ് ചെയ്തു. അപ്പൊ അത് പവിത്രയുടെ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഫുൾ ക്രെഡിറ്റും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ചെറിയൊരു ക്രെഡിറ്റ് കൊടുക്കാം. മഞ്ജരി പറഞ്ഞതിൽ ചെറിയത് വാസ്തവം ഉണ്ടെങ്കിലും പക്ഷെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതൊക്കെ എന്തോ ഒരു ചെറിയൊരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ വരുവാണെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ വിഷ്ണു പറഞ്ഞ പോലെ എന്താ പറയുന്നത്, നമ്മളങ്ങ് റിലാക്സ് ചെയ്യാനായിട്ട് പറയാൻ പാടില്ല. ഈ ആഴ്ചകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിട്ടിരിക്കേണ്ടത് പറയുന്ന വാക്കുകൾ. കാര്യം മുമ്പെങ്ങാനും നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് വരാനും അതിനൊക്കെ ഒരു ടൈമുണ്ട് നമുക്ക്. പക്ഷെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചാൽ നമ്മളൊന്ന് സ്ലിപ്പ് ചെയ്താൽ അത് ഭയങ്കര അതിൽ നിന്ന് റിക്കവർ ആവുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആയിരിക്കും. ഇപ്പം മഞ്ജരിയും ജാക്ലിനൊക്കെ മുത്തുക്കുമരനെ ഞോണ്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. അത് ഞോണ്ടണമല്ലോ. കാര്യം ടൈറ്റിൽ അടുക്കാറായി. അപ്പം കുറച്ച് നമുക്ക് ടഫ് കോമ്പറ്റീഷനായിട്ടുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും പുൾ ഡൗൺ ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അവരത് ചെയ്യുന്നത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ നമ്മൾ ഇമോഷണലി ഇതാവേണ്ട കാര്യമൊന്നുമില്ല. ഇത് നടക്കട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇപ്പം പല രീതിയിലുള്ള ഇതും പോകുന്നുണ്ട്. ഇപ്പം മുത്തുവും സൗന്ദര്യവും തമ്മിൽ ഓപ്പൺ ആയിട്ടൊരു വാർ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചില ഒളിയുദ്ധങ്ങൾ, പഴശ്ശിയുടെ ഒളിയുദ്ധത്തിലാണ് ഒളിപ്പോരിലാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ പോലെ ഒളിപ്പോര് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് നടക്കട്ടെ. ഇത് നല്ലതല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമുണ്ട്.
ഏഹ്, യാഹ്! അപ്പം അതൊക്കെയാണ്. ഉം. ജാക്വലിനാണെങ്കില് പലയിടത്തായിട്ടും വന്നിട്ട് മുത്തു ടൈറ്റിൽ വിന്നർ ഞാൻ റണ്ണർ അപ്പ് എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ സ്വപ്നമൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പകൽക്കിനാവ് കാണുന്നത് വളരെ നല്ലതാണെന്നുള്ള രീതി മുത്തു അതിനെ അങ്ങോട്ട് ഇതാക്കി വിടുന്നുമുണ്ട്. ബട്ട് അങ്ങനങ്ങ് സ്വപ്നം കാണാൻ വരട്ടെ ജാക്വലിൻ. ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വേറെയും ആൾക്കാരുണ്ട്. നീയും മുത്തുവും മാത്രമല്ല. വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സൗന്ദര്യമുണ്ട്. സൗന്ദര്യക്ക് എങ്ങനെ അത്രയും വോട്ട് വരുന്നൂന്ന് എല്ലാം നമുക്ക് PR ആണ്, പെയ്ഡ് വോട്ട്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം സൗന്ദര്യന് ഇഷ്ടമുള്ള ഫാമിലീസും ഉണ്ട്. അപ്പം ഒബ്വിയസ്ലി അതിൽ കുറച്ചൊക്കെ ഒരു അല്ലെങ്കിൽ കുറച്ചേറെ ഫാൻ സപ്പോർട്ടും ഉണ്ട് പുള്ളിക്കാരിക്ക്. സോ അങ്ങനെ ജാക്വലിൻ ടൈറ്റിൽ റണ്ണർ അപ്പ് എന്നുള്ള രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാൻ വരട്ടെ. ഇവിടെ നിന്റെ കൂട്ടുകാരി തന്നെ ടഫ് കോമ്പറ്റീഷൻ ആയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കാണാം. എനിക്കറിയില്ല. എന്താണേലും ടിക്കറ്റ് ഫിനാലെ നല്ല ഗംഭീരമായിട്ടുള്ള ടാസ്കുകളൊക്കെ വെക്കണം. അതൊരു തീപ്പൊരി ആയിരിക്കണം. എന്നാലേ നമുക്കൊരു കാണാനൊരു ഇതുണ്ടാവുള്ളൂ. തീപ്പൊരിയായിട്ട് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാലൊന്നുമില്ല. എനിക്ക് കണ്ടേ പറ്റുള്ളൂ. ബട്ട് ഐ ഡോണ്ട് നോ. ഒരു ഭയങ്കര ഒരു മിക്സ്ഡ് ബാഗ് ആണ് ഈ സീസൺ. ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ പോകുന്ന ഒരു 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 എന്താ പറയുന്നത്, എനിക്ക് സീസൺ 4 ആയിരുന്നു ഫയർ. അത് അത് ബാലയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ബാലയൊക്കെ കണ്ടു എന്തൊരു. പക്ഷെ അവനെ കാണാൻ കൊള്ളായിരുന്നു, അതുകൊണ്ട് അവനെന്തോ തൊട്ടിത്തരവും ചെയ്യായിരുന്നു എന്നുള്ള ഒരു ഇതുകൊണ്ട് ഒരു ഫാൻസ് ഉണ്ടായിരുന്നു ഒരുപാട്. യെസ്. പക്ഷെ അതൊരു രസമായിരുന്നു, അങ്ങനെ ഒരു സ്ട്രോങ് വില്ലൻ ഹീറോ എന്നൊക്കെ പറഞ്ഞൊരു ഒരു മാസ് പടമൊക്കെ കണ്ടൊരു. അപ്പോൾ ഫിനാലെയൊക്കെ എന്തായിരുന്നു, നമുക്കൊരു ഒരു ഒരു ഗംഭീര മാസ് പടം കണ്ട പോലത്തെ ഒരു ഒരു അടിപൊളി ഫീൽ ആയിരുന്നു അത്. അത് ആരി ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന പലരുടെയും മുഖങ്ങൾ ഇങ്ങനെ പാൻ ചെയ്ത് കാണിക്കുമ്പോൾ അതൊക്കെ പൊളിയായിരുന്നു, പൊളി സാധനം. ഈ സീസണിൽ അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അടുത്ത സീസണിലെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഈ തുടക്കത്തിലെ തന്നെ ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്നൊക്കെ വെക്കാൻ പോയത് കൊണ്ടാണ് ഇത്രയും പ്രശ്നമായെന്ന് ഞാൻ കരുതുന്നു. അത് തുടക്കം തൊട്ടേ ഇതുപോലെ ആയിരുന്നെങ്കിലുണ്ടല്ലോ കുറച്ചുകൂടെ വേറെ രീതിയിലായിരുന്നേനെ ഈ സീസൺ. അവരുടെ ഗെയിമും പ്ലാനും എല്ലാം വേറെ. മുത്തു ഒന്നും കളിക്കുന്നില്ല, ഗെയിം കളിക്കുന്നില്ല എന്ന് പറയുന്നവരോട് അവൻ്റെ ഒരു ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ജാക്വലിൻ ചെയ്ത പോലെ ചിലപ്പം എന്താ പറയുന്നത്, ആ ബോയ്സ് വേഴ്സസ് ഗേൾസ് ആയിരുന്ന സമയത്ത് തന്നെ மண்டே கழுவுணும், இன்ஃப்ளூயன்ஸ் பண்றான்னு எல்லாம் நெறைய சொல்லியிருக்காரு இல்லையா? அது ஏன் அப்படி சொல்றாங்க? ஏன்னா, அவன் ஏதோ பண்ணியிருக்கா இல்லையா? ஸோ, எதுவுமே பண்ணலன்னு நீங்க சொல்ல முடியாது. ஒரு 2, 3 வாரம் மேபி கொஞ்சம் லோவா இருந்திருக்கலாம். ஆனா, தெரியல. எல்லாருமே அப்படிதானே. ஏதோ ஒரு வாரம் கொஞ்சம் லோவா இருப்பாங்க. ஆனா, அடுத்த வாரம் அவரு ஏதோ ஒண்ணு பண்ணுவாங்க. பிக் பாஸே அப்படிதான் இருக்கும். ஒரு மாரி என்னோட ஃபீலிங்ஸ் வந்து எப்பவுமே ஒரு மாரி கிராஃப் மாரி தான். இந்த மாரி மேல போகும், கீழ வரும், மேல போகும், கீழ வரும். அந்த மாரி தான் இந்த சீசன் இருந்திருக்கு. யாரோ ஒருத்தங்க மேல ஒரு வாரம் நாம திட்டுவோம். ஆனா, அடுத்த வாரம் அவங்கள பாராட்டி ஏதாவது சொல்லுவோம். அந்த மாரி தான். ஸோ, தெரியாது. இந்த வாரம் டிக்கெட் ஃபினாலே யார் அடிப்பாங்கன்னு. விஷால் கூட அடிக்கலாம். வாய்ப்பு இருக்கு. அடிச்சா நல்லாருக்கும். தெரியாது. யார் வேணாலும் தட்டிட்டு போலாம். யார் தட்டிட்டு போனாலும் டிசர்விங்கான ஒரு ஆள் டைட்டில் வின்னரும், ரன்னர் அப் ஆவணும்னு தான் என் ஆசை. மக்களும் நீங்க பார்த்து வோட் போடுங்க. அது உங்களுக்கு பிடிச்ச ஆளுங்களுக்கு வோட் போடுறதும், இல்ல பிடிச்ச ஆள் வந்து இந்த வாரம் நாமினேஷன்ல இல்ல, வேற இன்னொரு ஆளுக்கு போடலான்றதும் உங்களோட இஷ்டம். ஆனா இந்த மாரி ஒரு விஷயம் இருக்கு. நீங்க உங்களுக்கு பிடிச்ச ஆளுக்கு போடாம இன்னொருத்தருக்கு போட்டாங்கன்னா, அது ஒரு 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 டெண்டன்சி வரும் இல்லையா? ஒருவேளை தேவையில்லாம இப்போ இந்த வாரம் அந்த மாரி பண்ணாம இருந்தாங்கன்னா, யாரோ ஒருத்தங்க கண்டிப்பா வெளில போறதுக்கு வாய்ப்பு இருக்கு. அ சிலர் வந்து முத்துவோட ஓட்டெல்லாம் எடுத்து ரயனுக்கு குடுத்துருங்கன்னு அந்த மாரிலாம் வந்து கேட்குறாங்க. பிஆரும் இதை யூஸ் பண்ணுவாங்க. என்னன்னா, இப்ப அந்த ஆளுங்க இல்ல, இந்த மாரி ஒரு ரூமர கிளப்பி விட்டாங்கன்னா, அந்த மாரி ஆளுங்க வோட் பண்ணியிருக்காங்க.
ஸோ ஏன்னா பவித்ராவுக்கு வந்து பவித்ரா முன்னாடியே வெளில போக வேண்டிய ஆளு. ஆனா, அந்த வாரம் சௌந்தர்யா நாமினேஷன்ல இருந்ததுனால, அவங்க டாப் பொசிஷன்ல வந்திருக்க கூடாது. அதனால நம்மளோட வோட்டெல்லாம் எடுத்து பவித்ராவுக்கு போடலான்னு சொல்லி, பவித்ராவுக்கு நெறைய வோட் வந்துருச்சு. அந்த அந்த மாரி அவங்க எஸ்கேப் ஆனாங்க. போன வாரம் மஞ்சரிக்கே அந்த மாரி வோட் போச்சு. ஸோ, உங்களுக்கு பிடிச்ச ஆளுக்கு போடாம இன்னொருத்தவங்களுக்கு போட்டுட்டு இருந்தீங்கன்னா, அவங்களையும் ஃபைனல் 5ல டாப் 5ல நீங்க வர வச்சுடுவீங்க. இதுல மொத சீசன்ல வந்து எல்லாருமே தர்ஷன் ஜெயிப்பாங்க, ஜெயிப்பாங்கன்னு சொல்லிட்டு இருந்தாங்க. ஆனா யாருமே தர்ஷனுக்கு வோட் போடாம இருந்து அவரு வந்து எலிமினேட் ஆயி போனாரு. ஸோ அந்த மாரி காமெடி எல்லாம் பண்ணிட்டு இருக்கக்கூடாது. யோசிச்சு அ வோட் பண்ணுங்க. ம். உங்களோட ஃபேவரட்டான ஆள் டைட்டில் வின்னர் ஆவறதுக்கு என்னோட வாழ்த்துக்கள். எனக்கு அந்த மாரி பெர்சனலா ஃபேவரைட்ஸ் எல்லாம் இப்போ யாருமே கிடையாது. ஆ யாரா யார் வின் பண்ணாலும் சந்தோஷம் தான். நல்லா இருக்கும். ஓகேவா? ஓகே. அப்போ எல்லாமே சொல்லிட்டேன்னு நெனைக்கிறேன். வீக்கெண்ட் எபிசோட பத்தி பெருசா சொல்றதுக்கு விஜய் சேதுபதி, ராணவ் விஷயத்த வேணா சொல்லலாம். அதுல வந்து அதுல தான் ஏன்னா அவர் ஏன் இப்படி ராணவ் கிட்ட கொஞ்சம் ஹார்ஷா பிஹேவ் பண்றாரு. அதுக்கும் 2 கோணத்துல இருந்து பார்க்கலாம். ஒண்ணு வந்து ராணவ் நடிக்கிறாரு. அவர் வேணுன்ட்டே தான் ஒழுங்கா ஏன்னா மத்த டேஸ் எல்லாம் அவரு நல்லா பேசுறாரு. ஆனா வீக்கெண்ட்ல வரும்போது மட்டும் தான் திணர்றாரு. இதுக்கு அவரு லாயர் வேற. ஸோ அப்படி இருக்கும்போது அவருக்கு பேச முடியாமலாம் இல்ல. நல்ல பாயிண்ட்ஸ் எல்லாம் வைக்க முடியும். ஆனாலும் அவரு அ வேணும்ட்டே பண்றாரு. அந்த மாரி ஒரு ஃபீலிங்ல ப்ளஸ் அவருக்கு இருக்கிற அந்த பிஆர் அந்த மாரி விஷயங்கள் எல்லாமே சேர்ந்து விஜய் சேதுபதி அந்த மாரி பிஹேவ் பண்ணாரு. இதுல லைவ்ல அந்த உள்ள போன ஆடியன்ஸ் சில பேர் என்ன சொன்னாங்கன்னா, ஆ ராணவ் வந்து அ நெ நெறைய நேரம் டைம் எடுத்துட்டாரு. ஒரு விஷயத்த இந்த மாரி, அந்த மாரின்னு எல்லாம் சுத்தி வளைச்சு பேசி நெறைய டைம் எடுத்துட்டாரு. அதனால தான் அந்த மாரி கேள்விகள் எல்லாம் வந்தது. அந்த மாரி சொல்றாங்க. இன்னொன்னு வந்து இன்னொரு தரப்புல என்ன சொல்றாங்கன்னா, ராணவ் வந்து அவனால ஒழுங்கா பேச முடியாது. அவனால திருப்பி பதில் சொல்ல முடியாதுன்னு தெரிஞ்சு வேணுன்ட்டே அவர விஜய் சேதுபதி அப்படி அடிக்கிறாரு. அ அந்த மாரி சொல்றாங்க. அது எனக்கு தெரியல. எப்படி வேணாலும் இருந்துட்டு போட்டும். ஆனா, அ நான் என்ன நெனச்சேன்னா, நானா இருந்தா மொத கேள்வி அவர்கிட்ட வச்சு, அவர பேச விட்டு அ இந்த மேட்டர புரிய வச்சிருப்பேன்னு யோசிச்சேன். ஆனா அதுக்கும் டைம் இல்லல்ல. ஒழுங்கா பதில் சொல்லணும். ராணுவுக்கு வேற அதுல காண்டாயிட்டாரு. அ அவரு வந்து உங்க தாட்ஸ்க்கு கெட் வெல் சூன் அந்த மாரி ஏதோ சொல்லியிருக்காரு. அது எனக்கு இரிட்டேட்டிங்கா இருந்துச்சுன்னு வேற சொல்லியிருக்காரு. ஸோ எனக்கு தெரியல. அது ஒரு ஸ்ட்ராட்டஜியா கூட இருக்கலாம். இல்ல உண்மையாவே அவருக்கு எதுவுமே பேசாம வரலையா? யாருக்கு தெரியும்? எத வேணாலும் இருந்துட்டு போட்டும். அப்படின்ற மாரி தான் எனக்கு இருக்கு. அவன் பாட்டுக்கு அவனே இருக்க விட்டேன்னா, அவனே ஏதோ ஒரு கேம் ஆடிட்டு வெளில போயிடுறான். ஏன்னா இவங்க வந்து அவன் அந்த மாரி பண்ணல, இந்த மாரி பண்ணலன்னு கார்னர் பண்ணும்போது தான், அவனுக்கு நெறைய ஓட்டு வர்றதுக்கு சான்ஸ் இருக்கு. ஸோ தெரியல. எனக்கு ஒண்ணும் அவரு ஒண்ணும் கெட்டவனாவும், ரொம்ப நடிக்கிறான். அந்த மாரிலாம் எனக்கு எதுவுமே தோணல. சும்மா பார்த்துட்டு இருக்கலாம். ஏதோ ஒண்ணு பண்றான். கேஓஷ் லேடர் அவன் கேஓஷ் பண்றான். நல்லாருக்கும். அந்த கேஓஸ்ல ஒரு கேம் ஆடுறான்ல. ஏதோ கேம் ஆடிட்டு இருக்கான்ல. அதுவே நமக்கு போதும். கேம் ஆடுனா போதும். எந்த கேமா இருந்தாலும் நமக்கு அது பிரச்சனை இல்ல. என்ன கான்ட்ரோவர்ஷியலான கொஞ்சம் அ என்ன கொஸ்டினபிளான கேம் ஆடுனா தான் நம்மளாலயும் ஏதாவது பேச முடியும். இல்லையா? இல்லன்னா எதுவுமே பேசுறதுக்கு இருக்காது. ஸோ அந்த மாரிலாம் கொஞ்சம் ஸ்பைசஸ் தேவை பிக் பாஸ்க்குள்ள. ஏன்னா அப்பதான் பார்க்கறதுக்கு இன்ட்ரஸ்டிங்கா இருக்கும். இப்ப போன சீசன்லலாம் டிஆர்பி எப்படி போயிருச்சு. ஆனா இந்த சீசன் பாரு எதுவுமே இல்ல. ஆனா இந்த சீசன்ல ஒரு ஸ்பெஷாலிட்டியா அவங்களே சொல்றது என்னன்னா, டாக்ஸிசிட்டி கம்மியான சீசன் அப்படின்னு சொல்றாங்க. அது உண்மதான். ஒரு அர்த்தத்துல. ஒரு ஹவுஸ்மேட்ஸ்க்குள்ள கொஞ்சம் அண்டர்ஸ்டாண்டிங் இருக்கு. ஏதோ அவங்களோட இதுல ஏதோ கேம் ஆடுறாங்க. ஆனா, அதிலயே இந்த சீசன் படுத்துருச்சு. அந்த மாரி நாம சொல்லலாம். ஏன்னா, കാരസാരമായ വിഷയങ്ങൾ ഇല്ലാത്തതിനാൽ. സോ എനിവേയ്സ് അതൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫാമിലികൾ ആരൊക്കെയാണ്?
എനിക്ക് വിശാലിൻ്റെ ആ ഒരു മൊമെന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുത്തുവിൻ്റെ അമ്മ ഓരോ ഇത് പറയുമ്പോഴത്തേക്ക് എനിക്കറിയാണ്ട് ഇമോഷണൽ ആയിപ്പോയി ഞാൻ. എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തു. പിന്നെ പിന്നെ ആരാണ്? മഞ്ചരിയുടെ ഫാമിലി ഒക്കെ ആയിരുന്നു. മഞ്ചരിയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ആ കൊച്ചു പയ്യൻ. അതും വേറൊരു വിഷയം പുറത്തു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഞ്ചരിയുടെ പയ്യൻ അവരൊരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ലെറ്റർ വെച്ചിട്ട് എന്താ പറയുന്നത്, അനിമലിൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ച് ഗെയിം കളിച്ചപ്പം സൗന്ദര്യക്ക് എൻ വെച്ചിട്ടുള്ള അനിമലിൻ്റെ പേര് പറയാൻ പറഞ്ഞു. പറയാൻ നിന്ന് കഴിഞ്ഞപ്പോൾ നിനക്കൊന്നും അറിഞ്ഞൂടാ എന്താ പറഞ്ഞിട്ട്, കൊച്ചു പയ്യനല്ലേ, അവൻ കൊച്ചിറക്കനല്ലേ. അവനെ പക്ഷെ എന്നിട്ട് പുറത്തൊക്കെ അവനെതിരെ ഓരോന്നും പറഞ്ഞുകൊണ്ട് പുറത്തൊരു ക്യാമ്പയിൻ പോലെയൊക്കെ പോയെന്നൊക്കെ കേട്ടു. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. ഇതാണ് ഈ കണ്ടസ്റ്റൻസ് ഒന്നും ചെയ്തില്ലെങ്കിൽ അവര് സെറ്റ് ചെയ്തിട്ട് വന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ആർമിന്നുള്ള ആൾക്കാരോ PR-ന്നുള്ള ആൾക്കാരോ ഒക്കെ ഇമാതിരി തൊട്ടിത്തരമൊക്കെ കാണിക്കുമ്പോഴത്തേക്കാണ് നമുക്കൊരു മാതിരി എന്താ പറയുന്നത്, അവര് തന്നെ ഡാമേജിങ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഫാൻ ഫൈറ്റ് എവിടെ വരുന്നോ അവിടെയൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇപ്പം ഐ ഡോണ്ട് നോ. പിന്നെ ആരുടെ? സൗന്ദര്യയുടെ ഫാമിലി നല്ലതായിരുന്നു. റയന്റെ ഫാമിലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേച്ചി വന്ന് ഉള്ള മൂട് കൂടെ കളഞ്ഞു എന്നുള്ള അവസ്ഥയായി പോയി. പാവം റയൻ. പിന്നെ അവൻ പോയി പിന്നെ എല്ലാവരുടെ അടുത്തും മാപ്പൊക്കെ പറഞ്ഞു. ദീപക്കിന്റെ ഫാമിലി നല്ലതായിരുന്നു. ഇതൊക്കെയായിരുന്നു. ജെഫ്രിയുടെ ഫാമിലിക്ക് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അധികം ചാൻസ് ഒന്നും കിട്ടിയില്ല. റാണുവിൻ്റെയൊക്കെ അച്ഛനൊക്കെ വന്നിട്ട് മറ്റേ അൻഷിത എന്തോ ഏഞ്ചൽ ആണെന്നോ ഏഞ്ചലൊക്കെ ആണെന്ന് പറയും. ജെഫ്രിയുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും പുള്ളിക്കാരിക്ക് എന്തോ വളയൊക്കെ ഇട്ട് കൊടുത്തു. അവരെ ഒരു അക്ക തമ്പി ബന്ധം ഉള്ളത് കൊണ്ട്. അത് ജെഫ്രി പോയി കഴിഞ്ഞിട്ട് സൗന്ദര്യ വന്ന് അൻഷിത ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം, അമ്മ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അവനുമായിട്ടെന്നൊക്കെ പറഞ്ഞ് അൻഷിത ഒരു സൈഡിലൊരു പെർഫോമൻസ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുള്ള സൗന്ദര്യയുടെ ആ ഒരു പെർഫോമൻസ് നല്ലതായിരുന്നു. നല്ല ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതും ചിലപ്പോൾ ആൾക്കാർ പറയും അത് ഭയങ്കര ജെന്യുവിൻ ആയിട്ടാണ് അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അന്നേരം ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് കാണിച്ചു, അതും അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതിന് പകരം ഒരു ക്യാമറയുടെ അടുത്ത് പോയിട്ട് അതിന്റെ മുമ്പിൽ വന്ന് നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എവിടെയോ രഞ്ജിത്ത് സാറിന്റെ ഓർമ്മ വന്നു. പുള്ളി ഉണ്ടായിരുന്നെങ്കിലോ എന്തെല്ലാം റിയാക്ഷൻസ് കാണായിരുന്നു. പാവം നവരസ നായകനായിരുന്നു. പക്ഷെ ബിഗ് ബോസ് നിന്ന് അടിച്ച് പുറത്താക്കി. കഷ്ടമുണ്ട്. പുള്ളി വേണ്ടതായിരുന്നു. ഇത്തരം എക്സ്പ്രഷൻസ് ഒക്കെ കാണാമായിരുന്നു. ഇപ്പം എന്താണേലും ഈ ആഴ്ച എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു ബിഗ് ബോസിൽ. നല്ല കുറേ മൊമെന്റ്സ്, എല്ലാവരുടെയും ഫാമിലിയൊക്കെ വരികയും എല്ലാവരുടെയും സന്തോഷം കാണാനായിട്ട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കൊരു ഫാമിലി എന്ന് പറയുന്നത് നമുക്കൊരു ഇമോഷനാണല്ലോ. അപ്പം അതൊക്കെ അവരിൽ നിന്ന് ഉള്ളിൽ നിന്ന് വന്ന ജെന്യുവിൻ ആയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് സൗന്ദര്യയുടെ ഫാമിലിയൊക്കെ പലരുടെയും ഫേവറേറ്റ് ഫാമിലിയായി മാറാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. ഭയങ്കര ഓപ്പണായിട്ട് അവരുടെ മകളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു. നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ വീട്ടിൽ നിന്നൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര എന്തോ ഒരു ഇന്നസെൻസ് ഒക്കെ ഇവരുടെ ഓരോരുത്തരുടെയൊക്കെ ഫാമിലിയിലെ അമ്മമാരിൽ നിന്നൊക്കെ കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒന്നും പറയാൻ കാണത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ ആഴ്ച ഇത്രയും പറയാനായിട്ടുണ്ടായിരുന്നു. സോ യെസ്, എനിക്കൊരുപാട് പേഴ്സണലി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതും അവരുടെ ഈ സീസണിലെ ആദ്യത്തെ കുറുമ്പടവും കാണിച്ചു ഈ ആഴ്ച. അതെന്തായിരുന്നു? ഇവരുടെ ഫാമിലി വന്ന മൊമെന്റ്സ് ഒക്കെ ഒരു AV ആയിട്ട്, കുറുമ്പടം എന്നൊന്നും വിളിച്ച് അതിനെ അപമാനിക്കാനായിട്ട്, അത് അങ്ങനെ വിളിക്കുന്നത് ഒരു ഇൻസൾട്ടാണ്. ഒരു AV കാണിച്ചു. ഇവരുടെ ഫാമിലി മൊമെന്റ് ഒക്കെ ഇതിൽ കാണിക്കാൻ വീക്കെൻഡിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ കാണിക്കുന്നത്. പക്ഷേ കുറുമ്പടം എന്ന് പറഞ്ഞൊരു സാധനം ഈ സീസണിൽ ഇടുന്നത് എന്തോ അപമാനകരമാണെന്ന് ബിഗ് ബോസിന് തന്നെ ഒരു തോന്നലുണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും എത്രയോ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് TRP ഒക്കെ വേറെ ലെവലിൽ കൊണ്ടുപോയായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. കുറുമ്പടം എഡിറ്റ് ചെയ്യുന്ന എഡിറ്റേഴ്സൊക്കെ വെക്കേഷൻ എടുത്ത് പോയിരുന്നു. അവിടെ ആരും കാണാനില്ല. എന്താണേലും AV ആയിട്ടെങ്കിലും ഒരു കുറുമ്പടം ഇട്ടല്ലോ, സന്തോഷം. അപ്പം അതൊക്കെയാണ് ഈ ആഴ്ച. ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോകുന്നത്? ആരായിരിക്കും ടിക്കറ്റ് ടു ഫിനാലെ നേടുന്നത്? ടിക്കറ്റ് ടു ഫിനാലെ നേടിയ ആൾ എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ
ടിക്കറ്റ് ഫിനാലെ വേറെ ആൾക്ക് പോവോ? ഞാൻ ഓർക്കുന്നില്ല. അങ്ങനൊരു സംഭവം ഉണ്ടാവോ? അതോ ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ഈ എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുവോ? ഇനി വരുന്ന ആഴ്ചകളിലെ എലിമിനേഷൻ രക്ഷപ്പെടും. പക്ഷേ ഇത്തവണ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. ഓർമ്മയില്ല എന്താണേലും. ഇടയ്ക്ക് എന്തോ സ്ക്വിഡ് ഗെയിമിന്റെ ടാസ്ക് എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ 1 അവർ എപ്പിസോഡിൽ വന്നില്ല. അതെനിക്ക് തോന്നുന്നു മറ്റേ നെറ്റ്ഫ്ലിക്സിന്റെ ഇതായതുകൊണ്ട് ഹോട്ട്സ്റ്റാറിൽ അവരത് പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ലൈവിന്റെ അകത്ത് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തോ ദീപക്കും ജാക്ലിനുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞു. അറിഞ്ഞൂടാ എന്താണെന്ന്. അപ്പം എനിവേസ് അതൊക്കെയാണ്. അപ്പം എന്താണേലും ഞാൻ ഒരു നോമിനേഷൻസിന്റെ ഒരു പോളും കൂടെ ഇടാം. അപ്പം നോക്കുക. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പുതുതായിട്ടൊരു ക്രെഡിറ്റ്സിന്റെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് ഈ വീഡിയോ തൊട്ടിടാമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. അപ്പം എന്താണെങ്കിലും അതായത് ഞങ്ങളുടെ എൻ ക്രെഡിറ്റ്സിൽ വരുന്ന സാധനം എന്താണെന്ന് നോക്കാം. അപ്പം അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷം നിങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ളൊരു വർഷമായിരിക്കട്ടെ. ഈ വർഷം എനിക്ക് പേഴ്സണലി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത അല്ല, നല്ലൊരു ഇത് തന്നെയായിരുന്നു. ഒരിടയ്ക്കൊരു പോയിന്റിൽ കുറച്ച് ദുരന്തമായിരുന്നെങ്കിലും പക്ഷെ പിന്നീട് അങ്ങോട്ട് ദുഃഖവെള്ളി മാറി ഈസ്റ്റർ വരും എന്ന് പറയുന്നത് പോലെ നല്ല നൈസായിരുന്നു ഈ വർഷം. അതായത് നമ്മുടെ ചാനലാണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയി. പോഡ്കാസ്റ്റിന് കുറച്ചുകൂടെ ആൾക്കാരൊക്കെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് വന്നു. നമ്മുടെ ഫാമിലി ഒന്നുകൂടെ വലുതായി. ദി എഫ് വേർഡ് ഫാമിലി കുറച്ചുകൂടെ വലുതായി. ആൻഡ് കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ബിഗ് ബോസ് വീഡിയോ, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊരു വീഡിയോ, അങ്ങനെ ഒരു ഇത് വന്നു. പിന്നെ എനിക്കും പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എന്താ പറയുന്നത്, ഞാൻ എംപ്ലോയി ഓഫ് ദ മന്ത് ഒക്കെ ആയി. അപ്പം അതൊക്കെ നൈസായിരുന്നു. നല്ലൊരു മൊമെന്റുകളൊക്കെ സംഭവിച്ച വർഷമാണ്. അടുത്ത വർഷം ഇതിലും ഗംഭീരമാവട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ. നിങ്ങൾക്കും കാണുന്ന ആൾക്കാർക്ക് ഒരു വെരി വെരി ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട്, ക്രിസ്മസ് വിഷ് ചെയ്യാൻ ക്ഷമ ചോദിച്ചുകൊണ്ട്, നിങ്ങൾക്ക് നല്ലൊരു പുതുവത്സരം ആവട്ടെ. നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ ഗോൾസ് ഒക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ ഫാമിലി ലൈഫ് എല്ലാം നല്ല സന്തോഷകരമായിരിക്കട്ടെ. പ്രശ്നങ്ങളൊക്കെ വന്നാലും അതൊക്കെ തരണം ചെയ്യാനുള്ള കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട്, എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിജയ് സേതുപതി വീക്കെൻഡിൽ വന്ന് വിട്ടുപോകുന്നത് പോലെ ഞാനും വിട്ടുപോയതാണെന്ന് കരുതി എന്നോട് ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉങ്ങളിടമിருந்து விடைபெறுவது உங்கள் நான். யோசிக்காம பேச மாட்டோம், பேசின பிறகு யோசிக்க மாட்டோம். கதம் கதம், முடிந்தது முடிஞ்சு போச்சு. வெட்டு நினைக்கிறீங்களே, I'm the common man. I'm just a stupid common man of this republic. टीचर अभी भी बाकी है भाई. ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിന് പാതാളത്തിലേക്ക്. எவ்வளவோ பண்றோம், இத பண்ண மாட்டோமா இல்ல? See you. என் வாழ்க்கையில ஒவ்வொரு நாளும், ஒவ்வொரு நிமிஷமும், ஒவ்வொரு நொடியையும் நானா செதுக்குனதுடா. எதுக்குடா இந்த மானங்கிட்ட பொழப்பு? எனக்கு போட்டு கொடுக்க தெரியாது, ஓடத்தான் தெரியும். நான் போலீஸ் இல்ல. मेरे दुश्मन समझ रहे थे मैं अब कभी लौट के ना आऊंगा. एक गुमनामी का समुंदर है, उसमें ही जाके डूब जाऊंगा. अभी बाकी मेरी कहानी है, सारी दुनिया को जो सुनानी है. मुझे पहचानो, देखो मैं हूं कौन. आ रहा हूं पलट के, मैं हूं डॉन. बादल
நீ பொழப்புக்கு ரவுடி, நான் பிறந்ததுலேருந்தே ரவுடி. எவனுக்கும் பயப்பட மாட்டேன். வீரன் என்ன தெரியுமா? பயம் இல்லாத மாதிரி நடிக்கிறதா. போடா, ஆண்டவனே நம்ம பக்கம் இருக்கான்.